എഫെസ്യർ ലേഖനം 6:10 ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇത്തരം പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, ഈ വചനത്തിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ വചനം സംസാരിക്കാനുള്ള കൃപ ദൈവം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരമായ ബുദ്ധിമുട്ടുകൾ, തൊണ്ടെല്ലാ പ്രയാസ അസ്വസ്ഥകൾ, ശത്രു ഒരു ബുദ്ധിമുട്ടിടാതെ വണ്ണം തന്നെ തടസ്സപ്പെടുത്തുന്ന ശുശ്രൂഷയ്ക്കെതിരായിട്ട് വ്യാപരിക്കുന്ന എല്ലാ ഇരുളിൻ്റെ ശക്തികളെയും, അന്ധകാര ശക്തികൾ, ദേശാധിപതികൾ, ആരാധന വെളിപ്പെടാൻ കഴിയാതെ വ്യാപരിക്കുന്ന ദുഷ്ടൻ്റെ തീയമ്പുകളെ ഞങ്ങൾ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ഭർഷിച്ചു മാറ്റുന്നു. ഇന്ന് ശബത്ത് ശുദ്ധീകരിക്കുവാൻ സകല കുറവുകളെ, പാപങ്ങളെ കഴുകി കർത്താവിന്ന് കഴുകി ഹിമം പോലെ വെളുക്കത്തക്ക വണ്ണം സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഏത് ആത്മാവിലാണ് എഴുതപ്പെട്ടത് അതേ ആത്മാവിൽ നിന്ന് സംസാരിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അധ്യക്ഷനായിരിക്കണം കർത്താവെ. അവിടുത്തെ ജ്ഞാനത്താൽ നിറയ്ക്കണം, പരിജ്ഞാനത്താൽ നിറയ്ക്കണം, അവിടുത്തെ രക്തത്താൽ കഴുകണം, അവിടുന്ന് അത്ഭുതം ചെയ്യണം. തൻ്റെ മാനുഷ്യമായൊരു ശബ്ദമല്ല, ദൈവ ശബ്ദം കേൾക്കുവാൻ ഇന്ന് തന്നിലൂടെ കേൾക്കുന്ന ഈ ശബ്ദം കർത്താവെ, മന്ന ടിവിയിലൂടെ കേൾക്കുന്ന ദൈവമക്കൾ, അപ്പോൾ അതുപോലെ തന്നെ മീഡിയ ടുഡേയിലൂടെ കേൾക്കുന്ന ദൈവമക്കൾ, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ ലോകമെമ്പാടും കേൾക്കുന്ന ദൈവമക്കൾ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. ഇന്ന് പല കുടുംബങ്ങളെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളെ പിശാച് ബന്ധിച്ചു, സാത്താൻ ബന്ധിച്ചുകൊണ്ട് കുടുംബങ്ങളെ തകർന്ന് ഒറ്റപ്പെടുത്തിയ കുടുംബത്തിന് ഇന്നത്തെ വചനം വലിയ വിടുതലായി സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു വിടുതലായി സാത്താൻ ബന്ധിച്ചു വെച്ചത്, പിശാച് ബന്ധിച്ചവതിനെ അതിൻ്റെ മേൽ കെട്ടഴിച്ച് അവനെ ബന്ധിച്ചുകൊണ്ട് അവനെ തല തകർത്തുകൊണ്ട് തേളുകളെ, പാമ്പുകളെ ചവിട്ടുവാൻ അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ തേജസ്സിന്റെ വീര്യപ്രവൃത്തി ഇവിടെ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കണോ കർത്താവേ, മഹത്വം അങ്ങെടുക്കണോ. തന്നോട് ദൈവത്തിന്റെ പ്രവൃത്തി, വീര്യപ്രവൃത്തികൾ സംഭവിക്കണമേ. അടിയനെ താഴ്ത്തുന്ന കർത്താവേ, അവിടുന്ന് സംസാരിച്ചാലും ഇതിനകത്ത് ആരും അലസ്യമായിരിക്കും അനുവദിക്കല്. ഇത് കേൾക്കും അലസ്യമായി നിൽക്കാൻ അനുവദിക്കരുത്. ഇതിനെ വിമർശിക്കുന്നവരുണ്ട്, കുറ്റം പറയുന്നവരുണ്ട്, തള്ളിക്കളയുന്നവരുണ്ട്. കർത്താവിന്റെ കാലത്തും ഉണ്ടായിരുന്നു, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയ്ക്കുണ്ടായിരുന്നു ഒരു സദൂക്യന്മാര്, പരീശന്മാര് യേശുവിനെ കുറ്റപ്പെടുത്തുവാൻ. എന്നാൽ ഇന്ന് കുറ്റപ്പെടുത്തുന്ന പലരുമുള്ളപ്പോ കുറ്റത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ യേശുവിനെ ഉയർത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല നടിനെ താഴ്ത്തുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ വാഗ്ദത്ത വചനം പറഞ്ഞു തന്നെ നമുക്ക് പോകാം. യെശയ്യാവ് 9:3 നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. ഇതിൽ നീ വർദ്ധിച്ചിട്ടില്ലാത്ത ജാതി വർദ്ധിക്കുകയും അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കും പോലെയായിരുന്നു. അതിൽ ഒറ്റ പോയിന്റിൽ 4 പ്രസംഗം ഉണ്ടായിരുന്നു. അതിൽ ഒന്ന്, ആത്മീയയിൽ നിറയുന്നവൻ ഭൗതികത്തിലെടുക്കും. അടുത്ത് കഴിയുമ്പോൾ കറ്റകളിടയിൽ നിന്നും വലിച്ചിട്ടിരുന്ന വർഷം 2024. പ്രൊമോഷൻ സ്റ്റാറായി മാറുന്ന വർഷം 2024. അവസാനം പ്രസംഗിച്ച ആ ഒരു ഭാഗമായിരുന്നു കൊള്ള പങ്കിടുന്ന വർഷം 2024. കൊള്ള വലിയൊരു പ്രതീക്ഷയോടെ ഇരിക്കണം. ആ കൊള്ള അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ കൊള്ളയെക്കുറിച്ച് പ്രസംഗിക്കുകയോ പലരും കേട്ടിട്ട് ചെന്ന് പലരും ഞാൻ അറിഞ്ഞതും പല കേട്ട കാര്യം എല്ലാവരും ലോട്ടറി എടുക്കാൻ തുടങ്ങി. പ്രൈസ് ഹല്ലേലൂയ. പാസ്റ്റർ പ്രസംഗിച്ചത് ലോട്ടറിക്ക് വേണ്ടിയല്ല, നിങ്ങൾ കാണുന്ന ഭൗതികത്തിൻ്റെ ലോട്ടറിയിലല്ല. ഒരു കാരണവശാലും ലോട്ടറി എടുത്താൽ ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. ഹല്ലേലൂയ. ദൈവം തരുന്ന ഈ ലോട്ടറി ഭൗതികത്തിൻ്റെ ഇവിടുത്തെ ലോട്ടറിയിലല്ല ദൈവം തരുന്നത്, സ്വർഗത്തിൻ്റെ ലോട്ടറിയിലാണ്. ദൈവമക്കളെ, ഈ ശബ്ദം കേൾക്കുന്ന ഏവർക്കും, നിങ്ങൾക്ക് ഏവർക്കും ലോകത്തെമ്പാടും സകലവർക്കും അനുഗ്രഹമുണ്ട്. ദൈവം നമുക്ക് തരുന്നത് മനുഷ്യമായ ഒരു കരത്തിലൂടെ അല്ല, സ്വർഗത്തിലെ കരത്തിലൂടെയാണ്.
ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് അതൊരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത നന്മകളാണ്. ശത്രു മറച്ചു പിടിച്ചിട്ടുണ്ട്, ഒരു മറയായിട്ട് നിൽപ്പുണ്ട്. അതിനെ നമ്മൾ കണ്ണ് കാണണം. നമ്മുടെ അനുഗ്രഹം, എൻ്റെ കർത്താവ് ആമേ സകലത്തിന്റെ മേൽ വലിയവനാണ്, എൻ്റെ ദൈവ സമ്പന്നനാണ്, അവൻ കോടീശ്വരനാണ്. ഹല്ലേലൂയ. സകലത്തിന്റെ നിക്ഷേപം സ്വർഗത്തിലുണ്ട്. അത് കണ്ടുകൊണ്ട് തന്നെ ആരാധിക്കണം. ദൈവത്തെ കിട്ടിയവർക്ക് എല്ലാം കിട്ടി, ദൈവത്തിനെ കിട്ടാത്തവർക്ക് ഒന്നും കിട്ടിയില്ല. നിങ്ങൾ യേശുവിനെ മുറുകെ പിടിക്കുക, പ്രാർത്ഥനയിൽ എരിവോടെ ഇരിക്കുക, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. ഇതിനൊക്കെ കാര്യം പ്രാർത്ഥിക്കുക, കരയുക. ദൈവകരങ്ങളിൽ മനുഷ്യരിൽ ആശ്രയിക്കാതെ നിങ്ങളുടെ രഹസ്യത്തിലുള്ള പ്രാർത്ഥന ആമേ വലുതും വലിയ കൊള്ളയായിട്ട് വരും. നിങ്ങളുടെ രഹസ്യത്തിൽ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമയസ്ഥത പറയുമ്പോൾ നിങ്ങളുടെ രഹസ്യത്തിലെ പ്രാർത്ഥന കൊള്ളയായിട്ട് വരുന്നുണ്ടെന്ന് ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു. നീ രഹസ്യത്തിലുള്ള പ്രാർത്ഥന, കണ്ണുനീരോടുള്ള പ്രാർത്ഥന, ഹൃദയം പൊട്ടിയുള്ള പ്രാർത്ഥന, അത് കൊള്ളയായിട്ട് നിന്റെ കയ്യിൽ വരുന്നുണ്ട്. പിടിച്ചു ആമേ പ്രാർത്ഥിച്ചോ, കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ആ കൊള്ള നിന്റെ കയ്യിൽ വരുന്നുണ്ട് കുഞ്ഞെ, അത് വരുന്നുണ്ട്. അത് പുറപ്പെട്ടു കഴിഞ്ഞോ, ഒരു കണ്ടെയ്നർ ലോറിയിലേക്ക് കയറ്റി, ഒരു കണ്ടെയ്നർ ലോറിയിലേക്ക് കയറ്റി ആ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. നിനക്ക് വേണ്ടി ചക്രങ്ങൾ ഉരുളാൻ തുടങ്ങി, ചക്രങ്ങൾ ഉരുളാൻ തുടങ്ങിയിട്ടുണ്ട്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അത് നിന്റെ കയ്യിൽ വന്ന് ചേരും, നിന്റെ കയ്യിൽ വന്ന് ചേരും. ദൈവം കയറ്റി കഴിഞ്ഞു. ആമേ അനുഗ്രഹം ഒരു കണ്ടെയ്നറിനകത്ത് കയറ്റി കഴിഞ്ഞു. പക്ഷെ ആത്മാ പറഞ്ഞു അത് ഉരുണ്ട് കഴിഞ്ഞു. റോട്ടിൽ കൂടെ എന്ത് ചെയ്തു? ഉരുണ്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. അത് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. വളരെ വിദൂരത്തുനിന്നാണ് വരുന്നത്, ഇവിടെ അടുത്തൊന്നുമല്ല, വളരെ വിദൂരത്തുനിന്നും അത് സഞ്ചരിച്ചു തുടങ്ങി. അത് ചില ദിവസങ്ങൾ കഴിയുന്ന പ്രാർത്ഥന ശക്തിപ്പെടുമ്പോൾ, നിങ്ങളുടെ നിലവിളി ശക്തിപ്പെടുമ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ വന്ന് ചേരും. പ്രതീക്ഷിക്കാത്ത നന്മകൾ ആമേ പലതിൻ്റെ പേര് ആമേ ഏത് രീതിയിലാണെന്ന് എനിക്കറിയത്തില്ല, പല രീതിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വാതിലുകളെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതിനെ ഓർത്ത് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ദൈവം നമുക്കൊരു വഴി തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ പറ്റത്തില്ല. ദൈവം അടച്ചാൽ ആർക്കും അത് തുറക്കാനും പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അനുഗ്രഹത്തെ തടയുന്ന പിശാചുക്കളെയും മറക്കരുത്. അനുഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ പിശാച് വെറുതെ ഇരിക്കത്തില്ല. പിശാചിൻ്റെ പണി ചെയ്യും. പക്ഷെ നമ്മൾ നമ്മുടെ ജോലി ചെയ്യണം. ആമേ ഹല്ലേലൂയ. മറക്കരുത്, പിശാച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ജോലിയാ? പ്രാർത്ഥന എന്ന താക്കോൽ നമ്മുടെ ഉണ്ട്. അത് ഓരോ ഡോറ് തുറന്ന് തന്നെ കയറിക്കൊണ്ടുപോകണം. അത് തുറന്ന് ഓരോ വാതിലുകളും തുറന്ന് അകത്ത് കയറിക്കൊള്ളണം. ഹല്ലേലൂയ. പ്രാർത്ഥന കുറയരുത്. ആമേൻ. ദൈവത്തിന് സന്നിധിയിൽ ആരാധന കുറയരുത്. അപ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എഫെസ്യർ ലേഖനം 6:10 ഒന്നുകൂടെ വാക്യം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നമ്മൾ എവിടെ നിന്നാണ് ശക്തിപ്പെടേണ്ടത്? ദൈവത്തിൽ നിന്നാണ്. ഒരു മനുഷ്യമായി എന്ത് കഴിച്ചാലും നമുക്ക് ചിലരുടെ ശരീരത്തിൽ പിടിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞു, ബ്രദറെ എൻ്റെ ശരീരത്തിൽ എന്ത് കഴിച്ചാലും എൻ്റെ ശരീരത്തിന് പിടിക്കുന്നില്ല. കാര്യം എന്താണ്? ആമേ ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിന് ആമേ എന്തെങ്കിലും പിടിപ്പിക്കണമെങ്കിൽ ദൈവത്തിനെ പറ്റത്തുള്ളൂ. എന്തെങ്കിലും പിടിക്കണമെങ്കിൽ അത് ദഹിക്കണമെങ്കിൽ ദൈവത്തിനെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മറക്കരുത്. ആമേ ഒടുവിൽ കർത്താവിൻ്റെ അമിതമായ ബലം നമ്മുടെ മേൽ വന്ന് വീഴണം. കർത്താവേ, എനിക്ക് നിന്റെ ശക്തി വേണം അപ്പാ മുന്നോട്ട് പോകുവാൻ. ഈ 2024 എനിക്ക് ഓടുവാൻ ശക്തി വേണം. ശക്തിയില്ലാതെ ആര് പറയും എനിക്ക് ശക്തി വേണം? വേണ്ടെന്ന് ആരും പറയത്തില്ല. കാര്യം എന്താണ്? എനിക്ക് അവിടുത്തെ ശക്തി വേണം. നിന്റെ കൃപ, പൗലോസ് പറഞ്ഞു, നിന്റെ കൃപ എനിക്ക് മതി. ആമേ ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ മതി. ആമേ. അവന്റെ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അമിതബലം. ഒരു മനുഷ്യൻ, നമുക്ക് ഡോക്ടർമാരെയും മെഡിക്കലൊക്കെ സാധാരണ ഒരു ലെവലിൽ മാത്രമേ നമുക്ക് ബലം തരത്തുള്ളൂ. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് അമിതബലമാണ്. അമിതബലം യേശുവിൽ ആവുന്നതോടെ കൂടെ, യേശുവിനോട് നമ്മൾ ആവുന്ന മുഖാന്തരം
അമിതമായ ബലം എങ്ങനെ? ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന മുഖാന്തരം എങ്ങനെ അമിതബലം കിട്ടും? എങ്ങനെ അമിതബലം പ്രാപിക്കാം? ആത്മാവ് എൻ്റെ ആത്മാവുള്ളവൻ എനിക്കുള്ളതാകുന്നു. ആമേ, എൻ്റെ ആത്മാവുള്ളവൻ, ദൈവം കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, എൻ്റെ ആത്മാവുള്ളവൻ എനിക്കുള്ളവൻ. അതാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആരാധന. ഒരു അമിത ബലത്തിനു വേണ്ടി പ്രാർത്ഥിച്ചോളണം. കർത്താവേ, എനിക്കൊരു അമിത ബലം വേണം, ചിലതിനെ പൊടിക്കുവാൻ, ചിലതിനെ തകർക്കുവാൻ. ഈ 2024 ഒരു JCB പോലെ തകർക്കുവാൻ എനിക്ക് ദൈവമേ എൻ്റെ പല്ലുകൾ മൂർച്ചേതാറുവാൻ, എൻ്റെ പല്ലുകൾ മൂർച്ചേറിയ ഒരു ആയുധമാക്കി മാറ്റുവാൻ ദൈവമേ നിന്റെ ശക്തി എന്നെ മേൽ പകരണമേ. ഹല്ലേലൂയ. അമിതബലം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവമക്കളെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റൂ. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം മതി, അടുത്തൂടെ പോയാൽ മതി. ഇപ്പോൾ ചില വ്യക്തികൾക്ക് പെട്ടെന്ന് ധൈര്യമില്ല. എത്ര വണ്ണം ഉണ്ടെന്ന് പറഞ്ഞാലും, വണ്ണം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ആയിക്കോട്ടെ, മനസ്സിനൊരു ഉറപ്പില്ല. മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഭയങ്കര ശക്തന്മാരാണെന്ന്. ശരിക്കും ഒരു കൊതു അടുത്തൂടെ പെയ്യാൽ മതി, അയ്യോ അവിടെ അങ്ങ് വീഴുന്നു. എന്താ മോനെ? മമ്മി, ഒരു കൊതു വന്ന് എന്നെ കുത്തി, ഞാൻ ബോധം കെട്ട് കിടക്കുന്നു, വെള്ളം കൊണ്ട് താ. ആമേ, ഹല്ലേലൂയ. കാര്യം എന്താണ്? അത്ര ധൈര്യമേ ഉള്ളൂ. എന്നാൽ ഇന്ന് വചനം പറയുന്നു, ഒരു അമിത ബലം നമുക്ക് വേണം പ്രതികൂലങ്ങളെ ജയിക്കുവാൻ, ഈ ലോകത്തെ കഷ്ടങ്ങളെ ജയിക്കുവാൻ, നിന്റെ ശത്രുവിനെ ജയിക്കുവാൻ ഒരു അമിത ബലം നമുക്ക് വേണം. ആമേ, നിന്റെ എതിരാളിയെ ജയിക്കുവാൻ. നിന്റെ എതിരാളി എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല, ഈ പിശാചുക്കളെ ജയിക്കുവാൻ, ഈ ലോകത്തിൻ്റെ ആമേ ശത്രുവായ പിശാചുക്കളെ ജയിക്കണമെങ്കിൽ നമുക്ക് അമിത ബലം കൂടിയേ തീരത്തുള്ളൂ. ഇപ്പൊ പെട്ടെന്ന് അത് മനുഷ്യരിലൂടെയാണ് വരുന്നത്. ശത്രു പിശാച് വ്യക്തികളിലൂടെയാണ് കയ്യിൽ വരുന്നത്. ചിലപ്പോൾ നമ്മളെ വീട്ടുകാരുടെ ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള ബന്ധുക്കളുടെ ആയിരിക്കാം, നിങ്ങളെ സഹോദരങ്ങളായിരിക്കാം. പലയിടത്തും പിശാചുക്കൾ വീട്ടിലുള്ളവരുടെയൊക്കെ ഏറ്റവും കൂടുതൽ ആമേ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളിലൂടെ ആയിരിക്കും പിശാച് കയ്യിലെടുക്കുന്നത്. അത് ജയിക്കുവാൻ ഒരു അമിത ബലം വേണം. ഇത് കേട്ട് പിടിച്ചെടുത്ത കർത്താവ് പ്രാർത്ഥിച്ചു, എനിക്ക് കർത്താവേ ഒരു അമിത ബലം എനിക്ക് വേണം അപ്പച്ച. ഈ പിശാചുക്കളെ ജയിക്കുവാൻ, അവൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ, അവൻ്റെ പദ്ധതികളെ പൊളിക്കുവാൻ ഒരു അമിത ബലം പ്രാപിച്ചോണം. തളർന്നു വീഴരുത്. ഈ വർഷം നിങ്ങൾ തളർന്നു പോകരുത്. എന്തെങ്കിലും കേൾക്കുമ്പോൾ വീണ് പോകരുത്. ചില ഒരു ആ കാര്യം പറഞ്ഞ് പകുതി എത്തുമ്പോൾ ഒരു ബോധക്കേട് വരും. പക്ഷെ തീർത്ഥം കേട്ടിട്ടാണ് ബോധം കെടണോ ബോധം കെടണ്ടേ നിശ്ചയിക്കുവാൻ. ഒരു കാര്യം പറയുമ്പോൾ തീർത്ഥം കേൾക്കണം, കേട്ടിട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് എന്നിട്ട് നമുക്ക് ബോധം കെടണോ ബോധം കെടേണ്ടതെന്ന് നിശ്ചയിക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ പ്രാപിക്കേണ്ടത് കർത്താവിൻ്റെ അമിതബലം തന്നെയാണ്. എന്നാൽ എഫെസ്യ ലേഖനം അതിൻ്റെ 6:11 വാക്യം, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. പിശാച് തന്ത്രശാലിയാണ്. അവൻ തന്ത്രങ്ങൾ മെനയും. എങ്ങനെയെങ്കിലും നിന്നെ ആരാധനയെ വലിച്ചു തള്ളിയിടും. നിന്റെ പ്രാർത്ഥന എങ്ങനെയും മുടക്കും. ആമേ, എവിടെ കൂടെയെങ്കിലും ഒരു ശത്രുത്വം ഉണ്ടാക്കുവാൻ പിശാച് നല്ലപോലെ എവിടെയോ ശ്രമിക്കുന്ന തന്ത്രങ്ങൾ മറക്കരുത്. ദൈവ പൈതലേ, നീ ഇവിടെ ഇരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആമേ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ പിശാചും തന്ത്രങ്ങളും മെനയുന്നുണ്ട്. പക്ഷെ ഇത് ആരാധനയിൽ അത് തകരുകയാണ്. നമ്മളിവിടെ നിന്ന് ആരാധിക്കുമ്പോൾ അവൻ്റെ തന്ത്രങ്ങൾ പൊളിയാണ്. ഇന്ന് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ദൈവമക്കൾക്കെതിരായിട്ട് ഒരു തന്ത്രവും നടക്കത്തില്ല. കാര്യം എന്താണ്? അവൻ്റെ സന്നിധിയില്ല, അമിത ബലത്തിലായിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നതുകൊണ്ട് നിങ്ങൾക്കെതിരായിട്ട് ശത്രുവിൻ്റെ പദ്ധതികൾ, അവൻ നാളത്തേക്ക് വേണ്ടി ഒരുക്കിയ പദ്ധതികൾ ഇന്ന് പൊളിക്കുകയാണ്. കാര്യം എന്താണ്? അവൻ പറഞ്ഞു, നാളെ ഒരു ദിവസമുണ്ട്, ഞാൻ നിനക്കിട്ട് 2 തരും. പക്ഷേ നീ അതിൻ്റെ മുന്നോടി അഡ്വാൻസ് ആയിട്ട് ദൈവസന്നിധിയിൽ പ്രാപിക്കുന്നത്, ദൈവത്തിന്റെ സന്നിധിയിൽ എടുക്കുന്നത്, അതവൻ്റെ പദ്ധതി പൊളിക്കുന്നതാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളണം. രക്ഷ യേശുവിനെ നമ്മൾ കൂട്ടണം, യേശുവിനെ കൂടെ കൂട്ടണം, വചനം കൂടെ ഇരിക്കണം,
വചനം നമുക്ക് ഉറപ്പുണ്ടാക്കണം. ആടിപ്പോകരുത്. ഒരു ഉറപ്പ് വേണം. ഏത് പ്രതികൂലത്തിന്റെ മധ്യം പറയണം, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. പലപ്പോഴും നീ ഒറ്റയ്ക്കാണെങ്കിലും ആമേ ദൈവ പൈതലേ, നിന്റെ കൂടെ ഒരു യേശു ഉണ്ടെന്ന് ഞാൻ വിളിച്ചു പറയുന്നു. നിന്റെ കൂടെ ഒരു വലിയൊരു ദൈവ, നിന്നെ രക്ഷിക്കുന്ന, നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു യേശു നിന്റെ കൂടെ ഉണ്ട്. പലപ്പോഴും ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള ചിന്ത വരുമ്പോഴാണ് തകർന്നു പോകുന്നത്. ഇന്നലെ വരെയും ഹൃദയം തുറന്ന് പറയുവാനും അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ട്, ഇപ്പം അവിടെയും ഇല്ല. പക്ഷെ ദൈവസന്നിധിയിൽ നീ ഹൃദയം തുറന്ന് പറ. ഒരപ്പനോട് പറയുന്നതിന് ഉപരിയായിട്ട് സ്വർഗത്തിലെ അപ്പനോട് നീ ഹൃദയം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്. ആമേ ഹല്ലേലൂയ. ആ ദൈവം നിന്നെ രക്ഷിക്കും. നിനക്ക് ആമേ സർവായുധവർക്ക് വചനം അകത്തുള്ളവൻ പിടിച്ചു നിൽക്കും. യാതൊരു പ്രതിസന്ധികളും മുഖത്ത് നോക്കി നിന്നെ കൈ ചൂണ്ടി പറഞ്ഞാലും, നിനക്കെതിരെയായിട്ട് കണ്ണുകൾ തുറച്ചു നോക്കിയാലും, നിനക്കൊരു സ്റ്റെപ്പ് എടുത്ത് വച്ചാലും, എൻ്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്നെ തൊടത്തില്ല. കാര്യമെന്താ? ഓ രക്ഷയെന്ന സർവായുധവർഗം ധരിച്ചിരിക്കുന്നു. Praise the Lord. അത് നമ്മുടെ പ്രവൃത്തിയിൽ കാണണം, നമ്മുടെ യാത്രയിൽ കാണണം, നമ്മുടെ കുടുംബത്തിൽ കാണണം. ഇവിടെ ഇരിക്കുമ്പോൾ മാത്രം അത് പോരാ. രക്ഷയെന്ന ശിരസാസ്ത്രം അത് ഇവിടെ ഇരിക്കുമ്പോൾ മാത്രം എടുത്തിട്ടാ പോരാ. ഉറക്കത്തിലെടുത്തിടണം, വസ്ത്രം പോലെ നീട്ടണം. ഹല്ലേലൂയ. യാത്രയിലിരിക്കണം. ഹല്ലേലൂയ. 10 പേര് കൂടുന്നിടത്ത് ഈ വസ്ത്രം മാറ്റി വെച്ചിട്ട് അങ്ങനെ പോകരുത്. ഹല്ലേലൂയ. രക്ഷാവസ്ത്രം ഊരിപ്പോകും. ഹല്ലേലൂയ. എവിടെയും രക്ഷാവസ്ത്രം ഉടുത്തുകൊണ്ട് നിൽക്കുമെങ്കിൽ നിനക്കെതിരെ ശത്രു എത്ര ചെയ്തു കൂട്ടിയാലും അത് ഒന്നും ഫലിക്കത്തില്ല. നിനക്കൊരായുധവും ഫലിക്കത്തില്ല. രക്ഷാവസ്ത്രം യേശുവിനെ സ്വീകരിക്കുന്നത് കൂടെ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് കൂടെ ദൈവം തരുന്നൊരു വസ്ത്രമാണ് രക്ഷാവസ്ത്രം. ആമേ ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് ജലസ്നാനത്തിലൂടെ കിട്ടുന്ന ഒരു വസ്ത്രമാണ് ആമേ രക്ഷാവസ്ത്രം. ഈ രക്ഷാവസ്ത്രത്തെ അത് നഷ്ടപ്പെടാതെ അത് പൂർണ്ണമായിട്ട് പിടിച്ചു വയ്ക്കണം. ഇതെനിക്ക് ആവശ്യമാണ്. ഒരു പുതപ്പ് പോലെ, ഒരു വസ്ത്രം പോലെ എന്നെ മേലുണ്ടായ കാര്യം എന്താണ്? ഒരു പകർച്ചപ്പനി വരാതെ, ഒരു വൈറസും വരാതെ, ഒരു രോഗവും വരാതെ, ഈ ലോകത്തിന്റെ അനർത്ഥം വരാതെ സകല പിശാചുക്കളെ ജയിക്കുക ഒരു രക്ഷാവസ്ത്രം സർവായുധവർക്ക് ധരിച്ചു കൊള്ളുവേൻ. എന്നാൽ യേശു നാമത്തിൽ അവന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കളെ, നമ്മൾ എവിടെ പോയാലും, ഏത് ഫംഗ്ഷനായാലും, ഏത് ബന്ധുക്കളുടെയാലും അഭിമാനത്തോടെ പറയണം. നീ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, ഞാൻ യേശുവിൻ്റെ മകളെന്ന് ധൈര്യം ഉണ്ടാവണം. യേശുവിനെ ഉയർത്തി പറയുന്നൊരു കൃപയുണ്ടെങ്കിൽ നീ ഉയർത്തിയാൽ നിന്നെ യേശു ഉയർത്തും. നീ ദൈവത്തെ ഉയർത്തിയാൽ, ഞാൻ ആത്മാവിനൊരു കാര്യം പറയാം. ആമേ ഹല്ലേലൂയ. നീ ദൈവത്തെ ഉയർത്തിയ ദൈവം നിന്നെ ഉയർത്തും. നീ മനുഷ്യനെ താഴ്ത്തിയ ദൈവം നിന്നെ താഴ്ത്തും. സിസ്റ്റർ ആദാ, നീ ദൈവത്തെ ഉയർത്തിയ ദൈവം നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എവിടെയെങ്കിലും റേഷൻ കടയിൽ ചെല്ലുമ്പോ, വില്ലേജ് ഓഫീസിൽ പോകുമ്പോ, അല്ലെങ്കിൽ സാമ്പത്തിക വിഷയം വരുമ്പോ, അയ്യോ ഇന്ന ആൾക്ക് മാത്രമേ ആനുകൂല്യമുള്ളൂ, നിങ്ങൾ തിരിച്ചു പറയരുത്. തിരിച്ചു പറഞ്ഞാൽ നിന്റെ കാര്യം കട്ടമടം മടങ്ങി. ഹല്ലേലൂയ. ചില ഭൗതികമായ നന്മകൾ കുറയും. അങ്ങനെ ആരെങ്കിലും പറഞ്ഞുള്ള സ്തോത്രം പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പറയും, വാങ്ങിച്ചവരാ സ്തോത്രം. ചുമ്മാ അറിയാതെ പോകുന്നതായിട്ടാ, കുഴപ്പമില്ല. ഹല്ലേലൂയ അല്ലേ. ഭൗതികമായ നന്മകൾക്ക് വേണ്ടി നമ്മൾ പറയും, നിങ്ങൾ ഇന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ തരാം എന്ന് പറയുമ്പോൾ നമ്മൾ യേശുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ മകനായി മകളായി ജീവിക്കുന്നവരാണ്. രക്ഷാവസ്ത്രം ധരിച്ചുകൊണ്ട് നമുക്ക് യേശുവിനെ നമുക്ക് താഴ്ത്തി പറയാൻ പറ്റത്തില്ല. എൻ്റെ യേശുവിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഞാൻ പോകുന്നിടത്ത് എൻ്റെ യേശുവിനെ മുമ്പിൽ നിർത്തും. കാര്യം എന്താ? ഞാൻ ധരിച്ചിരിക്കുന്ന രക്ഷാവസ്ത്രമാണ്. ഹല്ലേലൂയ. രക്ഷായുധമെന്ന സർവായുധ വർഗം. ആമേ ഹല്ലേ. അത് ധരിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ധരിച്ചുകൊള്ളണം. നിങ്ങളുടെ യാത്രയിൽ കരുതിക്കൊള്ളണം. ദൈവം പ്രൊട്ടക്ഷൻ തരും. യാത്രയിൽ ഒരു അപകടം വരില്ല. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ദൈവമക്കളെ, എത്രയോ ഒരു അപകടങ്ങൾ വന്ന് തകർന്നു പോയി.
ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എത്രയോ പേർ തകർന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ യുവതികൾ, എത്രയോ യുവാക്കള് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ദൈവത്തെ നീ സ്വീകരിക്കണം. ആമേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പറയണം, പ്രത്യേകിച്ചും യാത്ര പോകുമ്പോൾ കർത്താവിനെ കൂടെ കൊണ്ടുപോകണം. നീ യേശുവിനെ കൂടെ കൊണ്ടുപോ. ആമേ, കൊണ്ടുപോയില്ല എങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേ. ഇന്നല്ലെങ്കിൽ നാളെ ആ രക്ഷ എന്ന സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അവൻ സ്വീകരിക്കും. സകലത്തിൻ്റെ മേൽ ഈ ലോകത്തിൻ്റെ ദുഷ്ട പിശാചുകളെ ജയിക്കുവാൻ നമുക്കത് സർവായുധവർഗം നമ്മൾക്ക് വേണം. കർത്താവേ, അത് എനിക്ക് വേണം. കിട്ടാത്തവർ ഇന്ന് പിടിച്ചോളണം. അത് എനിക്ക് വേണം അപ്പാ, എൻ്റെ ജീവിതത്തിൽ അത് വേണം അപ്പാ എന്ന് പറയുന്നവർക്ക് ദൈവം സൗജന്യമായി ഇന്ന് ഇട്ട് തരുന്നതിനായി സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 6:6-7. സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളിപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജന സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ആമേ, ഹല്ലേലൂയ. ഉടപ്പറ ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജന സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കുന്ന മുഖാന്തരം, യേശുവിനെ നമ്മൾ സ്വീകരിക്കുന്ന മുഖാന്തരം, യേശുവിനെ നമ്മൾ മുറുകെ പിടിക്കുന്ന മുഖാന്തരം നമുക്ക് സകല ഇടതുകൊണ്ട് നമ്മൾ ഇടത്തോട്ട് പോയി അവിടെ ഉണ്ട്, വലത്തോട്ട് പോയി നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നീ എവിടെയൊക്കെ തിരിയുന്നോ അവിടെയൊക്കെ നമുക്ക് സംരക്ഷണം തരുന്നൊരു ദൈവമുണ്ട്. നീ ഭയപ്പെടണ്ട. നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം. സത്യവചനത്തിന് പിടിക്കണം. സത്യവചനമായിരിക്കണം. പലർക്കും സത്യവചന വേദപുസ്തകം എന്ന് കേൾക്കാൻ അറിയാം. പലരും സത്യത്തിലല്ല ആരാധിക്കുന്നത്. കയ്യിലിരിക്കുന്ന ബൈബിൾ സത്യവേദ പുസ്തകമാണ്. പക്ഷെ പലരും സത്യവേദ പുസ്തകമല്ല. ദൈവപൈതലെ, ഇതിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിദൂരത്തിൽ നിന്നൊരു കോള് വന്നു. ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ ഭർത്താവ് പട്ടാളക്കാരനാണ്, മോൻ ജോലിയില്ല, കുടുംബത്തിന് സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ഒരു സ്നേഹവുമില്ല. ഈ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ഒരു സ്നേഹവുമില്ല. എൻ്റെ കുടുംബജീവിതം ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. ബ്രദറെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യം ചോദിച്ചു, സിസ്റ്ററെ, നിങ്ങൾ എവിടെയാ പ്രാർത്ഥിക്കുന്നത്? ഇന്നടുത്താണ്. ആരും തമ്മില്ല, എല്ലാ സംഭവങ്ങളും എൻ്റെ വീട്ടിൽ ഉണ്ട്. നിങ്ങൾക്കൊന്ന് മാറ്റി പിടിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ശരി, എല്ലാം ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല. കാര്യം എന്താണ്? അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ പറഞ്ഞത് കൊണ്ടാ. കാര്യം എന്താണ്? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം സത്യവേദ പുസ്തകമാണെങ്കിലും സത്യം മാത്രമേ ചെയ്യാവൂ, സത്യം മാത്രമേ പ്രവർത്തിക്കാവൂ, സത്യത്തിലൂടെ നടക്കാവൂ. അതാ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരാ ദൈവമക്കളെന്ന് പറയുന്നത്. ആമേ, ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് സത്യത്തിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ദൈവം ആരായിരിക്കണം? ആമേ, സത്യമായിരിക്കണം. യഥാർത്ഥമായി നമുക്ക് ഒരുവനേ ഉള്ളൂ. നമ്മളെ രക്ഷിക്കുവാൻ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അഭിമാനത്തോടെ പറയുവാൻ, ആമേ, ചങ്കൂറ്റത്തോടെ പറയുവാൻ ഒരു കൃപ നമുക്ക് വേണം. ഹല്ലേലൂയ. പലപ്പോഴും പലരുടെയും വ്യക്തിയുടെ പരാജയങ്ങൾ, ഇന്ന് ദൈവമക്കളുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ഭവനത്തിനകത്ത് ഇരിക്കുന്നതിന് ഉപരിയായിട്ട് അവരെ ഹൃദയത്തിനകത്ത് കയറിയിരിക്കുന്നതാണ് ഏറ്റവും പരാജയം. പരാജയം ഇതിനകത്തൊക്കെ വാരിക്കൂട്ടി വേസ്റ്റ് കുട്ടയിൽ കിടക്കും പോലത്തെ ഇല്ലാത്ത സകലത ഉണ്ടാക്കി ഹൃദയത്തിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ ഹൃദയത്തിനകത്ത് എടുത്ത് മാറ്റിയാലേ നിന്റെ വീട്ടിനകം കൃത്യമായി ക്ലിയർ ആകത്തുള്ളൂ. വീട് വൃത്തിയായി കഴിഞ്ഞാൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഇത് ഒരു ശാപമായി കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നീ ദൈവത്തോട് ചോദിര്, എവിടെയാണ് ഞാൻ ക്രമപ്പെടേണ്ടത്, എവിടെയാണ് മാറ്റേണ്ടത്, ദൈവഹിതമില്ലാത്ത എന്താണെന്ന് ദൈവത്തോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ദൈവശക്തമായൊരു മറുപടി തരും. നിങ്ങൾ ചോദിക്കുന്നില്ല, മറുപടി തരുന്നുമില്ല. ചോദിക്കണം.
നിങ്ങൾ ദൈവത്തോട് പറ, കർത്താവേ നീ എന്തുകൊണ്ടാ എനിക്ക് എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? എന്തുകൊണ്ടാ എനിക്കൊരു പരാജയം? ഇന്ന് പരാജയം ഇല്ല. പരാജയത്തെ വിജയമാക്കി തരുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, പരാജയത്തെ വിജയമാക്കി തരുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തുവിനകത്ത് വന്നിട്ടുണ്ട്. ദൈവത്തിന് കരമടിച്ച് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫെസ്യർ തന്നെ 6:12 വാക്യം. എഫെസ്യർ 6:12 വാക്യം. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ആമീൻ, ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും. ഒരു ദുഷ്ടാത്മസേന ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. സേന ഒരുപാടുണ്ട്, പല സേന. എന്നാൽ ദുഷ്ടന്മാരുടെ സേനയാണ് പിശാചിന്റെ സേന. ആ സേനയെന്ന് കാണണം. ആമേ വീട്ടിനകത്ത് പോരാടിയ ആമേ പോകുന്നിടത്ത് പോരാടും, പോകുന്നിടത്ത് കണ്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് എവിടെയൊക്കെ നിന്ന് ചാടുന്ന കണ്ടിട്ടില്ലേ? ഇത് റോട്ടിലൊക്കെ കാണുന്നില്ലേ പോരാട്ടങ്ങൾ? നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ചിലരെ കാണാൻ പറ്റും അല്ലേ? പല രൂപത്തിലും ഭാവത്തിലും പല രീതിയിലും. ഇത് കാണുമ്പോൾ കൃപയുള്ളവർ മനസ്സിലാക്കണം, ഇത് എവരെ കുഴപ്പമല്ല, ഇത് പിശാചിന്റെ കുഴപ്പമാണ്. ഇവർ പാവങ്ങളാണ്, സാധുക്കളാണ്. ഹല്ലേലൂയ. കാര്യം എന്താണ്? നമുക്ക് പോരാട്ടമുള്ളത് ആമേ ജഡരക്തം കൊണ്ടല്ല, വാഴ്ചകളുടെ അധികാരത്തിന്റെ ലോകാവധികളുടെ സ്വർലോകത്തിന്റെയും ദുഷ്ടാത്മസേന കൊണ്ടാണെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് വ്യക്തമായി വിളിച്ചു പറയുന്നു. ആമേ പോരാട്ടമുണ്ട് ദൈവ പൈതലേ, നിനക്കൊരു പോരാട്ടമുണ്ട്, നിനക്കൊരു വെല്ലുവിളിയുണ്ട്. കാര്യം എന്താണ്? നിനക്ക് ഉയരാൻ കഴിയാതെ നിന്റെ ജീവിതത്തിൽ പരിധി വരെ വളരാൻ പറ്റും. അത് കഴിഞ്ഞാൽ വളരാൻ കഴിയാതെ ആമേ ഭൗതികത്തിലും ആത്മീയത്തിലും വളരാൻ കഴിയാതെ പിശാച് കെട്ടി ബന്ധിച്ച ചില ബന്ധനത്തിന്റെ കെട്ടുകളെ ഇന്ന് പകൽക്കാലം പൊട്ടിക്കുവാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. പ്രാർത്ഥിച്ചോ. ചില കെട്ടുകൾ പൊട്ടും. ചില കുടുംബത്തിനെതിരായിട്ട് കെട്ടുകള്, ശാപങ്ങൾ, പാപങ്ങൾ. ആമേ ഹല്ലേലൂയ. ഒരു കുടുംബത്തിനകത്ത് 3 പേരുണ്ടെങ്കിൽ 4 പേരുണ്ടെങ്കിൽ ഒരു മനസ്സോടെ നിന്നാൽ ചില കൊള്ള നമുക്കൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ 4 പേർ ഒരു മനസ്സോടെ ഇല്ലാതിരുന്നാൽ ഇവർ ദൈവത്തിന് കൊള്ളാതെ ആയി പോവുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ എവിടെയാണോ ഒരു ബലഹീന വ്യക്തി നോക്കും. ഇപ്പോൾ ഏതെങ്കിലും തോട്ട് നമുക്കറിയാം, ആദാമും ഹവ്വയും ഒരുമിച്ചിരുന്ന സമയത്ത് പതുക്കെ ആദാമിനെ അകറ്റി ആമേ ഹവ്വയെ വശീകരിച്ചെടുത്തു. പിശാചു വശീകരിച്ചെടുത്താണ് പാപത്തെ തള്ളിയിട്ടത്. എവിടെയും സ്ത്രീകളെ പെട്ടെന്ന് തള്ളിയിടുവാൻ കൂടുതൽ സാധ്യതയാണ്. ചില പറയും പ്രലോഭനം. ആമേ പ്രലോഭനത്തിൽ വിടരുത്. ഓഫറുകൾ വയ്ക്കും, ഒരുപാട് ഓഫറുകൾ വയ്ക്കും. ചക്കര വാക്ക് പറയും, മുത്തേന്ന് വിളിക്കും. ഇതൊക്കെ വിളിക്കുമ്പോ പിശാചിന്റെ തന്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കണം. ഈ പൊന്നെ ചക്കരേന്നൊക്കെ വിളിക്കുമ്പോ നീ മനസ്സിലാക്കണം, തന്ത്രങ്ങളാണ്. ഫോണിൽ കൂടെ ഒന്ന് കിട്ടി, അമ്മ എനിക്ക് നിങ്ങളുടെ മുത്തം വേണ്ട, എന്റെ ചേട്ടൻ തന്നു. ദുഷ്ട പിശാചേ, പെറ്റു വളർത്തി അമ്മയുടെയും അപ്പന്റെയും ചുമ്മനമില്ലാതെ കുളിക്കാതെ നനയ്ക്കാൻ നടക്കുന്നതിന്റെ ചൂച്ചൂതാണെന്ന്. ഹല്ലേലൂയ. അവനേ മാനസാന്തരം ഇല്ല. പ്രൈസല. ഹല്ലേലൂയ. അടനം പൗഡവരന്തല പൗഡവരാചപദീന അസ്തൽ പ്രൗഢവരാചപദീനാരകനെ അന്തല പൗഡവരാചപദീനാരകനെ വൈഡ പ്രൗഢവരാചപദീനാരകന അടന രകനെ ധീനാരകന ശന്തല പൗഡവരാചപ. തലമുറകളെ തകർത്തുകൊണ്ടിരിക്കുന്ന, കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ ഇന്ന് കാണാതെ പോകരുത്. തലമുറകളെ തകർത്തുകൊണ്ടിരിക്കുന്ന പിശാചിനെ കാണാതെ പോകരുത്. ഞാൻ ആത്മാവിന് പറയുക, ഹല്ലേലൂയ. ഒരു മുത്തേന്ന് വിളിച്ച അങ്ങനെ ഒലിച്ചു പോണ സ്നേഹമാവരുത്. ഹല്ലേലൂയ. ചക്കരേന്ന് വിളിക്കുമ്പോ പായസത്തിലായി പോവരുത്. ഈ ചക്കര എടുത്ത് പായസത്തിലാണ് ഇടുന്നത്.
ഇപ്പം പായസത്തിലല്ല ഇടുന്നത്, റോട്ടിട്ട് ചവിട്ടുക. നിന്നെ എനിക്ക് വേണ്ട, നിന്നെ എനിക്ക് വേണ്ട. പ്രൈസ് ദി ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലതും ചക്കരവാക്കും. ആമേ ഹല്ലേലൂയ. അതാ പിശാച് തന്ത്രങ്ങൾ മെനയുമ്പോ തന്ത്രങ്ങളെ വെട്ടി പ്രാർത്ഥിച്ചോളണം. അവിടെ നിന്റെ തന്ത്രം കുന്ത്രമൊക്കെ വീട്ടിരുന്നാൽ മതി. മേലെ ഇതൊക്കെ എടുത്ത് വാട്സപ്പിലിട്ട് മെസ്സേജ് ഇടുമ്പോൾ പറയണം, ഇതെല്ലാം എൻ്റെ അമ്മയും പപ്പയും തരയാ എന്നെ. വേറെ എന്തെങ്കിലും ഉണ്ടാടോ? ഇടോ പറയടോ. ഇപ്പൊ എല്ലാം ഡോ 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 എന്നാ വിളിക്കണത്. അവസാനം ഇടാടാന്ന് വിളിക്കും. ഹല്ലേലൂയ. തന്ത്രങ്ങൾ, സാത്താന്റെ തന്ത്രങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. കുടുംബത്തിനകത്ത് കയറി കുഞ്ഞുങ്ങളിലൂടെയും ഇന്ന് മദ്യത്തിലൂടെയും മയക്കുമരുന്ന് പാപത്തിലൂടെ നടക്കുമ്പോൾ തന്ത്രങ്ങളാണ്. മക്കൾ തിന്നേണ്ട നന്മയിലല്ലേ സാത്താൻ അടിച്ചുകൊണ്ട് പോകുന്നത്? സാത്താൻ അടിച്ചുകൊണ്ട് പോകുന്നതല്ലേ? അതിനെ നമ്മൾ എടുക്കണം. നമ്മുടെ അനുഗ്രഹത്തെ പറ, എന്റെ നന്മയെ, ഞാൻ കഴിക്കേണ്ട നന്മയെ പിശാച് വിട്ടുകൊടുക്കത്തില്ല. സഹോദരി, നിങ്ങൾ കഴിക്കേണ്ട നന്മ, നിങ്ങളുടെ കയ്യിൽ വരേണ്ട അനുഗ്രഹം മറ്റൊരാൾ കൊണ്ടുപോയി വെറുതെ ഇരിക്കോ? ഇല്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായി എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ. ആമേ ഹല്ലേലൂയ. അവൻ്റെ തന്ത്രം, ഒരു കുടുംബത്തിനകത്ത് ആമേ ഒരു മകൻ ആമേ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. എന്നും സ്നേഹം തന്നെയാണ്, എന്നും സ്നേഹം തന്നെയാണ്. അവൻ പഠിക്കാൻ പോയി, സ്ഥലമൊന്നും അറിയണ്ട, ഇതൊക്കെ യൂട്യൂബിലൊക്കെ ഒന്നും വേണ്ട. ആമേ ഹല്ലേലൂയ. അവൻ സ്നേഹിക്കാൻ പോയി, സ്നേഹിച്ചു. അപ്പോൾ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ അവൻ പയ്യൻ, ക്രിസ്ത്യൻ കുടുംബത്തിലാണോ എനിക്കറിയില്ല, എന്നാലും ഇവർ ജാതിയല്ല എന്നാണ് ഇവർ പറഞ്ഞത്. ഞാൻ കൂടുതലൊന്നും സംസാരിച്ചില്ല, അവർ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പഠിക്കാൻ പോയി, ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ട് ഈ പെൺകുട്ടി, ആ വീട്ടുകാർ ഈ പയ്യനെ തട്ടിയെടുക്കുക. എങ്ങനെ? മന്ത്രവാദ ചെയ്ത്, ആഭിചാരം ചെയ്ത്. എന്നിട്ട് ഒരമ്മയ്ക്ക് ഒരു മോനേ ഉള്ളൂ. എന്നാൽ അപ്പൻ ഇവിടെ ഇല്ല, ഇത്തിരി ദൂരെയാണ്, വിദേശത്താണ്. എന്നാൽ അവസാനം പറഞ്ഞു, ഈ അമ്മയിൽ നിന്നും പൂർണ്ണമായിട്ട് മകനെ മാറ്റുക എന്നത് പിശാചിൻ്റെ തന്ത്രമായിരുന്നു. സുഖമായിട്ട് നല്ലപോലെ അമ്മ പറഞ്ഞു, അവന് പരീക്ഷ എക്സാമിനൊക്കെ പോകുമ്പോൾ, ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ 7 ദിവസമുണ്ട്, 7 ദിവസം ചുളുങ്ങാതെ വസ്ത്രം, അവർ പറഞ്ഞ കാര്യമാണ്, നല്ല നീറ്റായിട്ട് മടക്കി കൊടുക്കും. ഈ വ്യക്തി കേൾക്കണം, ചാനലിലൂടെ കേൾക്കണം, ഈ വ്യക്തി കേട്ടേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതിനുവേണ്ടി ആത്മഭാരത്തോടെ ദൈവാത്മാവിനോട് പറയിക്കുന്നതാ. ഈ അമ്മ 7 ദിവസത്തേക്ക് വസ്ത്രവും ചുളുങ്ങാതെ ഇസ്തിരിയിട്ട് മടക്കി കൊടുത്തുവിടും. പക്ഷേ ഏതോ ഒരു കാരണവശാൽ പിശാച് ഈ കുഞ്ഞിനെ കയ്യിലെടുത്തു. എന്നാൽ ശത്രു ഈ അമ്മയിൽ നിന്ന് അകറ്റാൻ തുടങ്ങി. എന്നാൽ പൂർണ്ണമായിട്ട് അമ്മയിൽ നിന്ന് പറിച്ചു മാറ്റി. അമ്മയ്ക്ക് ഒറ്റ മകനാ. അപ്പൻ സ്ഥലത്തിലെ വിദേശത്താണ്, നല്ലൊരു വീട് വെച്ചു, വളരെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സന്തോഷമുണ്ട്. പക്ഷേ മകൻ പറഞ്ഞു, എനിക്ക് ഇനി അമ്മയെ വേണ്ട. ആമേ ഹല്ലേലൂയ. ഈ പെൺകുഞ്ഞ് മതി അമ്മേ. അപ്പം അമ്മ പറഞ്ഞു, നമുക്ക് പറ്റിയ ബന്ധമല്ല. അന്വേഷിച്ചപ്പോൾ നമ്മളെ കുടുംബത്തിൽ കയറ്റാൻ പറ്റിയൊരു ബന്ധമല്ല, അതുകൊണ്ട് നമുക്ക് ഈ കുട്ടിയെ വേണ്ടാന്ന് പറഞ്ഞു. അവർ മാക്സിമം ഈ കുഞ്ഞ് ഒഴിയുന്നില്ല. എനിക്ക് അതുകൊണ്ട് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ആമയെ ഈ പയ്യൻ പറഞ്ഞു, എനിക്ക് അമ്മയെ വേണ്ട, ഈ അമ്മയെ എനിക്ക് വേണ്ട. ഈ അമ്മയെ ഉപേക്ഷിക്കുന്നു. ഒരു കാര്യം പറഞ്ഞിട്ടാ, അമ്മേ നീ എന്നെങ്കിലും, അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് വരും. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞ വാക്കെന്തരമോ, എൻ്റെ അമ്മയെ എന്നെനിക്ക് സ്നേഹിക്കാൻ തോന്നിയാൽ അന്ന് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ വാക്കുതാ. എനിക്ക് എന്നെങ്കിലും എൻ്റെ അമ്മയെ സ്നേഹിക്കുവാൻ എനിക്ക് മനസ്സ് വന്നാൽ ഞാനെന്ന് മരിക്കും. ഇത് കേട്ടവൻ പോകുക. അമ്മ തകർന്നു. ഹസ്ബൻഡ്, ഭർത്താവ് വന്നു. മോൻ പറഞ്ഞത്, നീ മോൻ എന്ത് പറയുന്നു അത് തന്നെയാണ് എൻ്റെ ഉടമ്പടി. സ്വന്തം ഭർത്താവ് പറയുക. വിദേശത്തുനിന്ന് വന്നിട്ട് പോയ സമയത്ത് ഒരു വാക്കുപോലും പറയാതെ മിണ്ടാ കയറിപ്പോയി. 1 വർഷം കൊണ്ട് വിളിയില്ല ദൈവ പൈതലേ.
മോൻ വിളിക്കുന്നില്ല, ആമേ ഭർത്താവ് വിളിക്കുന്നില്ല. ഒറ്റയ്ക്കൊരു വീട്ടിൽ നിന്നുകൊണ്ട് ആമേ അമ്മ നിലവിളിച്ചു. കാരണം ആത്മഹത്യ പലപ്പോഴും കയറുമെടുക്കാൻ പോയി, ഒരുപാട് പ്രാവശ്യം മരിക്കാൻ വേണ്ടി പോയി. വീട്ടിൻ്റെ അടുത്തുള്ള ചില വ്യക്തികളെ പറ്റി ദൈവം കരുതി പറഞ്ഞു, മരിക്കരുത് മരിക്കരുത്. ചില ആഴ്ചകൾ മുമ്പേ സ്വർഗത്തിലെ ദൈവം ഫോൺ വഴി എന്നെ കോണ്ടാക്ട് ചെയ്തു, എന്നെ ബന്ധിച്ചു. ആമേ ആ രാജേശ്വരി എന്ന സിസ്റ്ററിന് വേണ്ടി ഹരിപ്പാടിന് നിങ്ങൾ പ്രാർത്ഥിക്കണം പറഞ്ഞു വന്നത്. പിശാച് ആ കുടുംബത്തെ ഞാൻ പറയുന്നു, ആത്മാവിൽ പറഞ്ഞു, അവർ വരും. നിങ്ങളുടെ ഭർത്താവ് തിരിച്ചു വരും, നിങ്ങളുടെ മകൻ തിരിച്ചു വരും. പക്ഷേ സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം, എൻ്റെ കുടുംബത്തിനകത്ത് അഭിചാരം ചെയ്ത് മന്ത്രവാദം ചെയ്ത് കുടുംബത്തിലെ വീട്ടുകാർ എന്നുവെച്ചാൽ ഭർത്താവിൻ്റെ വീട്ടുകാർ മന്ത്രവാദം ചെയ്ത് കുടുംബത്തെ തകർത്ത അനുഭവം ആര് ചെയ്തു? അവർ ചെയ്തു. പക്ഷേ ഇന്നലെ മെനിയാന്ന് വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ ബ്രദറെ ഒരു സംഭവമുണ്ട്. എന്താ? ആ കുടുംബത്തിനകത്ത് ഒരു വ്യക്തിക്ക് BP വന്നു. നല്ല കാര്യം. BP വന്നപ്പോൾ ഫ്രിഡ്ജിൽ ചെന്ന് ഇടിച്ചു വിടുന്നു. അവിടെ ഇടിച്ച് ഇവിടെ പിടിച്ചു വിടുന്നു. എന്നാൽ ദൈവം പ്രവർത്തിച്ചു തുടങ്ങി. ദൈവ പൈതലെ അവർ കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാ, ദൈവ മക്കൾക്കെതിരായിട്ട് ആഭിചാരം ചെയ്യുന്നവരെയോ മന്ത്രവാദം ചെയ്യുന്നവരെയോ ഗൂഢപാത്രത്തിൽ ചെയ്താൽ നീ ഏത് നാണയത്തിൽ ചെയ്യുമോ അതേ നാണയത്തിൽ സ്വർഗത്തിലെ ദൈവം തിരിച്ചടിക്കും. അമ്മയുടെ വേദന കണ്ണുനീര് രക്തത്തുള്ളികളായിട്ടാണ് വിടുന്നത്. മരിച്ചില്ല, ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. ആമേ മോനെ, എന്റെ ദൈവം വലിയവനാ. കാര്യം എന്താണ്? നീ മരിക്കത്തില്ല. അമ്മയെ സ്നേഹിച്ച നീ മരിക്കത്തില്ല. ഹല്ലേലൂയ, ആമേ ഹല്ലേലൂയ. ഭർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെ വേണ്ട, മോനെ നീ സ്വീകരിക്കാത്തോണ്ട് ആമേ മോൻ ഉപേക്ഷിച്ചു എന്ന മോന്റെ വാക്ക് അച്ഛൻ കേൾക്കത്തുള്ളൂ. അതുകൊണ്ട് മോനും ഇല്ല, ഹസ്ബൻഡും ഇല്ല. പക്ഷെ പിശാച് അവിടെ അവിടെ ഹല്ലേലൂയ, അവൻ ആയുധങ്ങൾ, അവന്റെ സകലത്തിന്റെ മേൽ അവൻ ആയുധങ്ങൾ പോരാട്ടം, ജഡത്തിലൂടെ പോരാട്ടം, തലമുറ പോരാട്ടം, ഭർത്താവില് പോരാട്ടം. ഹല്ലേലൂയ. അവർ ഒരു സമയത്ത് നല്ലപോലെ ജീവിച്ചവരാ. അപ്പനും മക്കളും എല്ലാം ഒരുമിച്ച് നല്ലപോലെ ജീവിച്ചവരാ. ഇടയ്ക്ക് വെച്ച് പിശാച് കയറി വെട്ടി. പോരാട്ടം. എവിടെ തുടങ്ങി പോരാട്ടം? പോരാട്ടത്തെ കണ്ട് നിങ്ങൾ വെട്ടി പ്രാർത്ഥിച്ചോ. എന്റെ കുടുംബത്തിൽ മക്കളിൽ കയറരുത്, എന്റെ തലമുറയെ കയറരുത്. ഇന്നത്തെ തലമുറ പറയും, എനിക്ക് അമ്മ വേണ്ട, അപ്പൻ വേണ്ട എന്ന് പറഞ്ഞ് അമ്മയെ ഉപേക്ഷിക്കുന്ന അനുഭവം, അപ്പനെ ഉപേക്ഷിക്കുന്ന അനുഭവം, അത് പിശാചിന്റെ പോരാട്ടമാ. നിങ്ങളെ നോക്കി നിങ്ങളുടെ തലമുറ ഇങ്ങനെ പറയാണ്, എനിക്ക് അമ്മയെ വേണ്ട, എൻ്റെ അപ്പനെ വേണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, അവന് പോരാട്ടം തുടങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, സാത്താൻ കേറി. ഹല്ലേലൂയ. പിശാച് കളിച്ചു തുടങ്ങി. ഈ പോരാട്ടം ജഡത്തിലാ. ജഡരക്തമല്ല. പോരാട്ടം. പിശാച് പല തന്ത്രങ്ങളും മെനയോ. തന്ത്രങ്ങളെ ജയിക്കുവാൻ നമ്മുടെ യേശുവിന് കഴിയും. യേശുവിൻ നാമത്തിൽ വചനമെടുത്ത് വെട്ടണം. നിങ്ങളെ സന്തോഷത്തെ ഇല്ലാതാക്കുവാൻ, സന്തോഷത്തെ ഇല്ലാതാക്കുവാൻ ഇല്ല. ഈ കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇല്ല, ചില ദിവസം വരുമ്പോ നിങ്ങളുടെ ഹസ്ബൻഡ് മടങ്ങി വരും, നിങ്ങളുടെ മോൻ മടങ്ങി വരും. നിങ്ങൾ കഴിയുമെങ്കിൽ സാക്ഷി കേൾപ്പിക്കും. സിസ്റ്റർ പറഞ്ഞു, ഇവിടെ വരും, ഈ ആലയത്തിൽ വന്നൊരു സാക്ഷി പറയും. നഷ്ടപ്പെട്ട സന്തോഷത്തെ, നഷ്ടപ്പെട്ട സമാധാനത്തെ തിരിച്ചു പിടിക്കുവാൻ ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഇത് കേട്ട് ഈ അനുഭവത്തിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഈ സന്തോഷം തിരിച്ചു പിടിക്കും. അവന്റെ തന്ത്രങ്ങളെ ജയിക്കണം. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തമുള്ള വാഴ്ചകളുടെ അധികാരത്തിന്റെയും ലോകാധികളുടെ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയുടെ അത്രേ. ലൂക്കോസ് സുവിശേഷം 22:53 വാക്യം. ലൂക്കോസ് 22:53 വാക്യം. ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എന്റെ നേരെ കൈ ഓങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിന്റെ അധികാരവും ആകുന്നു എന്ന് പറഞ്ഞു.
ആമേ. യേശു ക്രിസ്തു ജെറുസലേം ആലയിൽ ഇരുന്നിട്ട് പോലും ക്രൂശീകരണത്തിൽ അന്നത്തെ റോമൻ പട്ടാളം ആമയെ പിടിച്ചില്ല. എന്നാൽ ഇന്ന് ഒരു കൊടും കുറ്റവാളിയെ കാണുന്ന പോലെ യേശുവിനെ പിടിക്കാൻ വരിക. ആമേ. ഹല്ലേലൂയ. ദിവസേന ദേവാലയത്തിൽ നിങ്ങളുടെ ഇരുന്നിട്ടും എൻ്റെ നേരെ കൈ ഓങ്ങിയില്ല. ഇന്ന് ആ യേശുവിനെതിരായിട്ട് കൈ ഓങ്ങുന്നവരുണ്ട്. എൻ്റെ ദൈവത്തിനെതിരായിട്ട് കൈ ഓങ്ങിയിട്ടുണ്ടെങ്കിൽ പറ. ഇന്ന് നിങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും കൈ ഓങ്ങിയിട്ടുണ്ടെങ്കിൽ പറയണം, കർത്താവിനെതിരായിട്ട് കൈ ഓങ്ങിയിട്ടുണ്ട്. ചില കരങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആലയത്തിലൊക്കെ സമയത്ത് പരസ്യ ശുശ്രൂഷ സമയത്തൊക്കെ ആമേ ആ സമയത്തൊന്നും അവർ കൈ ഓങ്ങിയില്ല. പക്ഷേ ക്രൂശീകരണം നടക്കണമെന്നത് പിതാവിൻ്റെ ഇഷ്ടമാണ്. ആ ടൈമിൽ തന്നെ ചില കരങ്ങൾ ഉയർന്നു. ആമേ. ചില കരങ്ങൾ ദൈവത്തിന് വിരോധമായി ഉയർന്ന കരങ്ങളെ ആമേ വിരോധമായി ചില കരങ്ങൾ ഉയരുന്നുണ്ട്. നിനക്ക് വേണ്ടി ചില വിരോധമായി ചില കരങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ പറ, എൻ്റെ കർത്താവ് എന്നെ വിടുവിക്കും. ആമേ. നിനക്കെതിരായിട്ട് വിരോധമായി കരങ്ങൾ ഉയരുമ്പോ പറയണം, ആമേ എൻ്റെ കർത്താവ് വിടുവിക്കുന്നു, വിടുവിക്കുന്നു, വിടുവിക്കും, വിടുവിക്കും, വിടുവിക്കും. ചില കരങ്ങൾ ഉയരാതിരിക്കുക. ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫെസ്യർ ലേഖനം 6:14 എഫെസ്യർ 6:14 നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും. നീതി എന്ന കവചം ധരിക്കണം. നിങ്ങളുടെ അരയ്ക്ക് എന്ത് കെട്ടിയിരിക്കണം? സത്യം കെട്ടിയും നീതി എന്ന കവചവും ധരിച്ചുകൊള്ളണം. സത്യം മാത്രം എന്നുവെച്ചാൽ നമുക്ക് ആമേ ഹല്ലേലൂയ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആമേ സത്യത്തിൽ മാത്രമേ അസത്യത്തിൽ മാത്രമല്ല സത്യം. അസത്യത്തിൽ എത്ര നിന്നാലും പരാജയമാണ്. സത്യവേദ പുസ്തകം ആമേ സുവിശേഷം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അരയ്ക്ക് സത്യമായിരിക്കണം. സത്യം പോലെ പറയും. ഒരു കൃപ വേണം. ദൈവ പൈതലെ 10 ഒരു കൂടുന്നടുത്ത് ആമേ അല്ല 50 2 ഒരു കൂടുന്നടുത്ത് സത്യത്തെ അസത്യമെന്ന് പറയാതെ സത്യം നീ കെട്ടിക്കണം. നീ ഒറ്റയ്ക്കായിരിക്കും. നിന്റെ കൂടെ അവിശ്വാസികൾ 100 കാണും. നീ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും നിൽക്കുന്നത് അല്ലേ? ഒരു കുടുംബത്തിനകത്തൊക്കെ ചിലപ്പോൾ നിൽക്കുമ്പോൾ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ നീ ഒറ്റയ്ക്കായിരിക്കും. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു കാട്ടിലിറങ്ങി ഒറ്റാന നിൽക്കും പോലെ നിൽക്കണം. ഒറ്റാന നിൽക്കുമ്പോൾ അങ്ങ് നിൽക്കാം. ചിലതിനെയൊക്കെ കുത്തി മറിക്കാൻ പറ്റും ഒറ്റാന ഇറങ്ങിയ. മനസ്സിലാവുന്നുണ്ടോ? ചില പറയും ഞാൻ ഒറ്റയ്ക്കല്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. കാര്യം എന്താണെന്നറിയാമോ? നിന്റെ കൂടെ ഒരു കർത്താവുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവത്തിലെ നീ ഇന്ന് കരഞ്ഞു നോക്ക്. ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് നിങ്ങളെ കണ്ണുനീരിന് മറുപടി കിട്ടുമെന്ന് നോക്കി നോക്ക്. നിങ്ങൾ പലപ്പോഴും പറയും ഞങ്ങൾ ഒറ്റയ്ക്കാണ്. അല്ല, ഞാൻ പലപ്പോഴും ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ഒറ്റയ്ക്കാണ് പോകുന്നത്. പലപ്പോഴും ഞാൻ എൻ്റെ കൂടെ ആരെയും കൊണ്ടുപോകാറില്ല. ഞാൻ പലപ്പോഴും ഒറ്റയ്ക്കാണ് പോകുന്നത്. എപ്പോഴും ഞാൻ എല്ലാവരെയും കൊണ്ടുപോകാറില്ല. ചില സാഹചര്യങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോവേണ്ടി വരും. ചിലപ്പോൾ അർദ്ധരാത്രിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ഞാൻ എല്ലാ സമയത്തും എല്ലാവരെയും കൊണ്ടുപോകാറില്ല. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ മനസ്സ് ഞാൻ പോകും. കാര്യം എന്താണ്? എൻ്റെ കൂടെ ഒരു കർത്താവുണ്ട്, എൻ്റെ കൂടെ ഒരു ദൈവമുണ്ട്. ആമേ. നീ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിക്കണം. ഹല്ലേലൂയ. മറ്റുള്ള മുമ്പിൽ ആമേ സത്യം കർത്താവിനെ ഉയർത്തക്കവണ്ണം നീതി എന്ന കവചം, നീതി മാത്രമായിരിക്കണം. അത് നമ്മുടെ ശിരസിൽ മേൽ ധരിക്കണം. സത്യം എന്ന കെട്ടിയും നീതി എന്ന കവചം ധരിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഈ വർഷത്തിൽ നമുക്ക് സകലത്തെ പ്രതിരോധിക്കാൻ പറ്റൂ. ഈ പിശാചുക്കളെ ജയിക്കണമെങ്കിൽ എന്നുവെച്ചാൽ മനുഷ്യരല്ല പോരാട്ടമുള്ളത്, എന്നുവെച്ചാൽ മനുഷ്യരിലൂടെയാണ് പിശാച് പോരാടുന്നത്. ഇതൊക്കെ ജയിക്കണമെങ്കിൽ ഇതെല്ലാം നമ്മൾ മുറുകെ പിടിക്കണം. ഇപ്പൊ നടന്നു പോകുന്ന ഒരു വ്യക്തിയോട് പറയുകയാണ്, നിന്നെ ഇപ്പൊ തട്ടും, ഇപ്പൊ തരും. നീ പറഞ്ഞോ, കുഴപ്പമില്ല. കാര്യം എന്താണ്? ചെന്ന് വീഴുന്നത് കർത്താവിന്റെ മേലാ. ഹല്ലേലൂയ. നിനക്ക് ധൈര്യമായിട്ട് പോ. നിനക്ക് ഒരു കുഴപ്പം. ഇത് കേൾക്കുമ്പോ അയ്യോ ഇനി കഴിക്കണില്ല, ഉണ്ണുന്നില്ല, ഉറക്കമില്ല എന്ന് പറയരുത്. കാര്യം എന്താണ്? എൻ്റെ മേൽ കെട്ടിയിരിക്കുന്നത് സത്യമാണ്. ഞാൻ ചുമക്കുന്നത് സത്യമാണ്. നീതി എന്ന കവചം എൻ്റെ മേലുണ്ട്. എൻ്റെ ദൈവം സത്യത്തിൽ മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. അവൻ അനീതിയിൽ പ്രവർത്തിക്കുന്ന ദൈവമല്ല, അവൻ നീതിമാനാണ്.
നിങ്ങൾക്കെതിരായിട്ട് എത്ര കള്ളം പറയാൻ വന്നാലും, ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് ചിലർ കള്ളം പറയാൻ വേണ്ടി വരും, കൂട്ടിച്ചോദിക്കുക. അവർ എന്തൊക്കെ കള്ളം പറയാം, ആരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് പറഞ്ഞാലും സത്യം മാത്രമേ ജയിക്കൂ. ഇതുവരെ നിങ്ങൾ കേട്ടോ, കുറേയേറെ പൈസ കൊടുത്ത് സ്വാധീനിച്ചിട്ട് കുറേ വ്യക്തികളെ കൊണ്ടുവരും. നീ പറയണം കേട്ടോ, നിനക്ക് ഇന്ന് ഞാൻ ആവശ്യമുള്ള ആഹാരം അയച്ചു തരും, 5000 രൂപയും തരാം. ഇത് കേൾക്കുമ്പോൾ ആരാ പോകാത്തത്? പക്ഷെ നീ ഒറ്റയ്ക്കായിരിക്കും എന്ന് പറയുന്നത്. നിന്റെ കൂടെ ഒരു ദൈവം കൂടെയുണ്ട്. നിനക്കെതിരായിട്ട് 1000 എഴുതായിട്ട് നിന്നാലും, നിനക്കെതിരായിട്ട് 1000 നിനക്കെതിരായിട്ട് മറുപടി പറഞ്ഞാലും, പക്ഷെ അത് ഒരിക്കലും അത് ജയിക്കത്തില്ല. സത്യം മാത്രമേ ജയിക്കത്തുള്ളൂ. കാര്യം എന്താണ്? അവൻ സത്യമാവണ്, അവൻ വാസ്തവമായ നീതിമാനായിരുന്നു. ആ ക്രൂശീകരണത്തെ സമയത്ത് പറഞ്ഞില്ലേ, അന്ന് പറഞ്ഞു വാസ്തവമായി അവൻ നീതിമാനായിരുന്നു. അതുകൊണ്ടാ ഇവിടെ വിളിച്ച് പറയുന്നത്, അവൻ നീതി എന്ന കവചവും. നമ്മൾ അരയ്ക്ക് ഒരു ഉറപ്പ് വേണം. അരയ്ക്ക് ഉറപ്പില്ലെങ്കിൽ ഈ വർഷം ആടിപ്പോകും. നിങ്ങളുടെ അരയ്ക്ക് നല്ലൊരു ഉറപ്പ് വേണം. നടന്നു പോകുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നല്ലൊരു ഉറപ്പ് വേണം. എൻ്റെ കർത്താവ് എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പുകൾ എടുത്ത് വയ്ക്കുമ്പോഴും സ്തോത്രത്തോടെ പറയണം, ഹല്ലേലൂയ പറഞ്ഞു പോകണം. പ്രൈസ്, അന്യഭാഷ പ്രാപിച്ചാൽ അന്യഭാഷ പറഞ്ഞു പോകണം. മറ്റുള്ളവരെ കാണുന്നില്ല നമുക്കൊരു വിഷയമല്ല. നമ്മൾ ആരെയും മുഖം നോക്കിയല്ല നമ്മൾ പോകേണ്ടത്. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് ദൈവമായുള്ളൊരു ബന്ധം വേണം. ഹല്ലേലൂയ. നടന്നു പോകുമ്പോഴും സ്തുതിച്ചു കൊണ്ടുപോകണം. ഹല്ലേലൂയ. ഇരിക്കുമ്പോഴും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ മാത്രം ഇരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾ എവിടെ ആയിരുന്ന സമയത്താലും സ്തോത്രത്തോടെ ആയിരിക്കണം. കാര്യം എന്താണ്? ഞാനൊരു രക്ഷ കെട്ടിയിരിക്കുന്നു. നീതി എന്നൊരു കവചം, നീതി. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നീതിയായിരിക്കണം. കണക്കില്ലാതെ സാമ്പത്തികം കയ്യിൽ വരും, കണക്ക് തെറ്റി കണക്ക് വരും. ഒരിക്കലും എടുക്കരുത്. നിങ്ങൾ തൂക്കുന്ന ത്രാസ് കറക്റ്റ് ആയിരിക്കണം, അത് നീതിയായിരിക്കണം. നിങ്ങൾ തൂക്കി കൊടുക്കുന്ന അളവ് കൃത്യമായി, അല്ലെങ്കിൽ നിന്നെ ദൈവം തൂക്കും. ഹല്ലേലൂയ. മുഖം നോക്കി തൂക്കരുത്. ബന്ധുക്കൾ വരുമ്പോ പ്രത്യേകം തൂക്കം, അല്ലെ കൂട്ടുകാരി വരുമ്പോ പ്രത്യേകം തൂക്കം, സുഹൃത്തുക്കൾ വരുമ്പോൾ പ്രത്യേകം തൂക്കം ഇല്ല. ഒരുപോലെ നിൽക്കുക. അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. ആ അളവിൽ തന്നെ നിൽക്കണം. അല്ല, മുഖം നോക്കി തൂക്കിയ നിന്നെ തൂക്കുന്നൊരു കാലം ഉണ്ട് കുഞ്ഞേ. അല്ലേ? അതാ നീതി. നിന്റെ ജോലി റേഷൻ കടയിലാണെങ്കിൽ നല്ലപോലെ അളന്ന് തൂക്കിക്കോ. നീ കണക്കിൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, അക്കൗണ്ടിലാണ് നീ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യം കണക്കായിരിക്കണം. നീ വെട്ടിച്ചും തട്ടിച്ചും എന്തെങ്കിലുമൊക്കെ വാരി കൂട്ടിയ അതിൻ്റെ 100 മടങ്ങ് കൃത്യമായിട്ട് പോകും. ഹല്ലേലൂയ. നീ വിശ്വസ്തയായിരിക്കണം. നിന്നെ ഒരു വീട്ടിൽ ഏൽപ്പിച്ചു, സാമ്പത്തിക ബാങ്കിലോട്ട് പോവുകയാണ്, കണക്ക് ഏൽപ്പിക്കുകയാണ്. 1,00,000 രൂപ എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ്. കണക്ക് നോക്കത്തില്ല, നീ ഭയങ്കര വിശ്വസ്തനാ. അതിൽ നിന്ന് 2 നോട്ട് വലിച്ചൂരി. എന്നുവെച്ചാൽ നീ എല്ലാ ദിവസവും കൂടെ എണ്ണും. പിന്നെ നീ വിശ്വാസം കൂടി 2 നോട്ട് വലിച്ചെടുത്തുകൊണ്ട് വന്ന്. എന്നാൽ അവരറിയുന്നില്ല, അവർ എണ്ണുന്നില്ല, പാവങ്ങൾ എണ്ണ കൊണ്ട് ആവശ്യമുണ്ടോ. പക്ഷേ നീ വലിച്ചൂരുന്ന ആര് കാണുന്നു? സ്വർഗത്തിലെ ദൈവം കാണുന്നു. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്താലും ദൈവസന്നിധിയിൽ കാണുന്നുണ്ട്. നിനക്കൊരു നിന്റെ ജീവിതത്തിലേക്ക് നീതി എന്ന നീതി വേണം. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടണം. അരയ്ക്ക് സത്യം കെട്ടിയിരിക്കണം. നീതി എന്ന കവചം കെട്ടിയിരിക്കണം. 2 ഉണ്ടെങ്കിൽ എവിടെയും പോകാം. ഏത് പ്രതികൂലത്തിന്റെ മധ്യം കടന്നു പോകാം. കാര്യം എന്താണ്? അവർ പറയും, നമുക്ക് മറ്റുള്ള കൂടുതൽ നമുക്ക് കുറെ സാമ്പത്തികം പറഞ്ഞതിനെക്കാട്ടിലും ലക്ഷ്യങ്ങളുള്ളതിനെക്കാട്ടിലും ഈ 2 കാര്യമുണ്ടെങ്കിൽ എവിടെയും പോകാം, ഏത് വീട്ടിലും കയറ്റാൻ പറ്റും. ഹല്ലേലൂയ. അവർ വിശ്വസ്തരാണ്. കാര്യം എന്താണ്? ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഞാനും വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം വിശ്വസ്തനാ. അവൻ വിളിച്ചവൻ വിശ്വസ്തനാ. വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവനാണ്. അതുകൊണ്ട് നീ യേശുവിൽ വിശ്വസിക്കാൻ കൊള്ളാം. എൻ്റെ ദൈവം ഒരിക്കലും കള്ളം പറയത്തില്ല. അനുഗ്രഹിക്കുന്നു പറഞ്ഞാൽ അനുഗ്രഹിക്കും. യെശയ്യാവ് 11:5 വാക്യം. നീതി അവന്റെ നടുക്കെട്ടും, നീതി അവന്റെ നടുക്കെട്ടും, വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. യെശയ്യാവിൽ 11:5 പറയുന്നു, നീതി അവന്റെ നടുക്കെട്ടും, വിശ്വസ്തത അവന്റെ
അരക്കച്ചമായിരിക്കും. ഹല്ലേലൂയ. ഇത് രണ്ടും ആമേ ഹല്ലേലൂയ അരക്കച്ച പോലെ ആമേ ഹല്ലേലൂയ. നീതിയും വിശ്വസ്തതയും, ഈ രണ്ട് കാര്യവും ആമേ ഒരു മനുഷ്യന് ആവശ്യമാണ്. ഹല്ലേലൂയ. നീതി നമുക്ക് ആവശ്യമാണ്, അരക്കച്ചം ആവശ്യമാണ്. ഹല്ലേലൂയ. നീതിയിൽ മാത്രമേ ആമേ ദൈവ നീതിമാനായിട്ടോ എന്ന് വീണ്ടും പറയുന്നു. അവൻ നീതിയാ നീതിയാ നീതിയാ. അത് ഹല്ലേലൂയ, അത് നമുക്കൊരു അനുഗ്രഹമായിരിക്കുന്നത് അരക്കച്ചയായിരിക്കണം. നമുക്കൊരിക്കലും ആമേ ദൈവഹിതമില്ലാത്ത കൂട്ടുകെട്ടുകൾ, ആമേ ദൈവഹിതമില്ലാത്ത കള്ളസാക്ഷികൾ, ആമേ അതൊന്നും പറയാൻ പാടില്ല. കാര്യം എന്താണ്? നമ്മുടെ കർത്താവിന്റെ വചനം പറയുന്നു, നീതി അവന്റെ മേൽ നടുക്കട്ടും. വിശ്വസ്തയായിരിക്കണം. നിന്നെ വിശ്വസിക്കാൻ കൊള്ളാം. നിന്നെ ഏൽപ്പിക്കുമ്പോൾ, നിന്നെ ഒരു ജോലി ഏൽപ്പിക്കുമ്പോൾ ഒരു വിശ്വസിക്കാൻ കൊള്ളാവുന്ന മേലെ ഏൽപ്പിക്കത്തുള്ളൂ. ഞാനൊരു ഉത്തരവാദിത്തങ്ങൾ അല്ലെ നമ്മളൊരു പ്രിയപ്പെട്ട ഏൽപ്പിക്കുമ്പോൾ വിശ്വസിക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ ദൈവ പൈതലേ, നീ വിശ്വസ്തനായിരിക്കണം. നീ വിശ്വസ്തനായിരിക്കണം. മനസ്സിലാക്കണം, പിശാച് തന്ത്രങ്ങൾ മെനയുന്നുണ്ട് നിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുവാൻ. ആമേ എപ്പോഴും ഒരു അവസരം നോക്കി നടക്കുകയാണ്. മറക്കരുത്, അവൻ തന്ത്രശാലികളാണ്. നിങ്ങളെ നിൽക്കുന്നിടത്ത്, നിങ്ങളെ കുടുംബത്തിനകത്ത് പിശാച് എപ്പോഴും വലിച്ചിടുക. ഇന്ന് പല കുടുംബത്തിന് പരാജയം എവിടെയാ? ആത്മീയമായ ആരാധനകൾ കുറയുമ്പോൾ, പ്രാർത്ഥന കുറയുമ്പോൾ, കൂട്ടായ്മ കുറയുമ്പോൾ, ആമേ അവിടെ ആമേ ഒരു ഇടം കൊടുക്കുമ്പോൾ ശത്രു അവിടെ കയറും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥന കുറയരുത്, ഉപവാസം കുറയരുത്, ആരാധന കുറയരുത്. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുറുകെ പിടിക്കണം. നമ്മൾ രാത്രി പ്രാർത്ഥനയെന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. പ്രാർത്ഥിക്കണം ദൈവ പൈതലേ. ഉറക്കൊക്കെ മാറ്റി വെച്ചൊക്കെ പ്രാർത്ഥിച്ച പകലൊന്നും ഒരു പിശാചിനുമേ തല കുനിക്കേണ്ടി വരത്തില്ല. പകല് തല ഉയർത്തി തന്നെ നിൽക്കാൻ ഒരു കാര്യം എന്താണ്? രക്ഷ എന്ന കവചം ഞാൻ കെട്ടിയിരിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ കൂടെ. ഹല്ലേലൂയ. അവൻ നീതി എന്ന കവചവും പോലെയും ധരിച്ചു. രക്ഷ എന്ന യെശയ്യാവ് 59:17 വാക്യം. യെശയ്യാവ് 59:17 വാക്യം. അവന്റെ നീതി അവനെ താങ്ങി. അവൻ നീതി ഒരു കവചം പോലെ ധരിച്ചു. രക്ഷ എന്ന തലക്കോരിക തലയിൽ ഇട്ടു. അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു. തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു. നോക്കിക്കോളാം. അവൻ നീതി എന്നൊരു കവചം പോലെ ധരിച്ചു. രക്ഷ എന്ന തലക്കോരി തലയിലിട്ടു. അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു. തീഷ്ണത എന്ന മേലങ്കി പോലെ പുതച്ചു. പ്രൈസ് ദി ഹല്ലേലൂയ. എൻ്റെ ദൈവം പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചിരിക്കും. ദൈവ പൈതലേ, നിനക്കെതിരായിട്ട് ശത്രു ഓരോന്ന് തൊടുത്തി വിടുമ്പോ നീ ഇപ്പൊ പറയും, അതെല്ലാം കൊണ്ടോ, സഹിച്ചിരുന്നോ, ഇത് തിരിച്ചങ്ങോട്ട് വരും. ഒന്നല്ല, ഇതിൻ്റെ 10,000 മടങ്ങായിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇത് കേൾക്കുന്ന ദൈവ പൈതലെ, നിനക്കെതിരായിട്ട് ശത്രു മെനഞ്ഞതിനെക്കാട്ടിലും 10,000-ൽ പരം ആമേ നിനക്കാടി വരുന്നുണ്ട്. അവൻ നീതിയാ. ഒരു കുടുംബം സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ, സമാധാനത്തോടെ ജീവിക്കുമ്പോൾ ഈ പിശാചുക്കൾക്കൊന്നും ഇഷ്ടമില്ലെന്നേ. നിങ്ങളെ വീട്ടിൽ സന്തോഷവും സമാധാനത്തോടെ ജീവിക്കുമ്പോൾ ഇത്തിരി ചിരിയും പാട്ടും ആമേ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല രീതിയിലൊക്കെ പോകുമ്പോൾ എന്നുവെച്ചാൽ ഈ പിശാചുക്കളൊന്നും ഇഷ്ടമില്ല. എന്നുവെച്ചാൽ ഈ പിശാചുക്കൾ തന്നെയാണ് കുടുംബത്തിലുള്ളവരെ കയ്യിലെടുത്ത് പോരാടുന്നത്. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് തന്നെയാണ് ശത്രു കളിക്കുന്നത്. എവിടെയും കുടുംബത്തിനകത്താ ശത്രു കയറുന്നത്. ആമേ ആ കയറാതെ ആമേ നമുക്ക് നോക്കണമെങ്കിൽ കുടുംബത്തിൽ എല്ലാവരും കാര്യം അത്രത്തോളം കൃപയിൽ നിൽക്കണം. അല്പം കൃപയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയിലൂടെ ആയിരിക്കും ശത്രു കയറുന്നത്. എന്നാൽ ആ കുടുംബത്തെ തകർത്തുടയ്ക്കുവാൻ ഒരു പരിധി വരെ ഉണ്ട്. പലരും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ഹല്ലേലൂയ. ആത്മഹത്യയിലേക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ആമേ ആലീസ് എന്ന് പറഞ്ഞ കോട്ടയത്തെ ഒരു സിസ്റ്റർ ഇങ്ങനെ വിളിച്ചു. എന്നെ ആദ്യമായിട്ടാണ് വിളിച്ചത്. ആലീസ് കോട്ടയം വിളിച്ചു, ഇങ്ങനെ പ്രാർത്ഥിച്ചു. സിസ്റ്ററിന് ഇവിടെ ഒരു എറണാകുളത്തോടെ വെച്ചൊരു ആക്സിഡൻറ്റ് പറ്റിയതിനെ വണ്ടി പിടിച്ചു, എല്ലാം പഞ്ചറ, എല്ലാം ഒടിഞ്ഞ് തകരപ്പെടായി. എത്രയോ വർഷം വരെ, എത്രയോ ലക്ഷങ്ങളായി. ഇടിച്ച വണ്ടി വരെ പിടിച്ചില്ല. അവിടെ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട് ഇങ്ങനെ വീട്ടിൽ വന്നു.
വീട്ടിൽ വന്ന സമയത്ത് ഹസ്ബൻഡിനെയും ഒരു വലിയൊരു എന്താണ് അടുക്കിൻ്റെ മണ്ടയിൽ തള്ളിയിട്ടു. അവിടെയും എല്ലൊടിഞ്ഞ് ഒതുക്കി. ഭാര്യ നേരെ വന്ന് രക്ഷപ്പെട്ട് എല്ലൊക്കെ വെച്ചിട്ട് നേരെ വന്ന് രക്ഷപ്പെട്ട് കയറിയപ്പോൾ അടുത്ത് ഭർത്താവിനെ അടിച്ച് വലിയൊരു അടുക്കിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ടു. അടുക്കെന്നാൽ വലിയ ഒരു മതിലിൻ്റെ മണ്ട എന്ന് പറയാം, അല്ലെങ്കിൽ തള്ളിയിട്ടു. ഭർത്താവിനെ അടിച്ചൊടിച്ചു, തകർത്തു. അവർക്ക് സമാധാന സ്വസ്ഥതയില്ല, എന്ന് പരാജയം. എന്നാൽ ഫോൺ എടുത്ത് പ്രാർത്ഥിക്കാൻ വിളിച്ചു. അപ്പോൾ ഇത് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചത് പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അടുത്തൊരു പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ച ക്ഷണത്തിൽ വീണ് മരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ആഭിചാരം ചെയ്ത മന്ത്രവാചക കുടുംബത്തിനെ തകരുമ്പോ പൂച്ച നിക്കണ നേരം നിന്റെ കൺമുമ്പിൽ പടഞ്ഞു മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, പിശാചുകളെ കെട്ടുന്നൊരു ദിവസമുണ്ട്. ഇത് കോട്ടയത്ത് നിന്നുള്ള ആലീസ് എന്ന് പറഞ്ഞ സിസ്റ്റർ വിളിച്ചതാണ്. എന്നോട് പറഞ്ഞ, ബ്രദറേ എന്തൊരു സംഭവം ഉണ്ടായി. എന്താ സിസ്റ്ററേ? പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു പൂച്ച ഓടി നിന്ന് അക്ഷണത്തിൽ വീണ് മരിച്ചു. എൻ്റെ ശരീരത്തിന് അതോടൊരു വിടുതൽ വന്നു. ശരീരം അത്രത്തോളം ബന്ധിച്ചു വെച്ചിരുന്നു. ഞാൻ പറയും, വലിയ വിടുതൽ സംഭവിക്കണമെങ്കിൽ എൻ്റെ കർത്താവ് ഞാൻ ഇവിടെ ഇരുന്നാൽ മതി. കോട്ടയത്തല്ല, വിദേശത്തല്ല, ലോക രാഷ്ട്രങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുക എൻ്റെ കർത്താവിന് കഴിയും. ഒരാത്മാവിനെ വെല്ലുവിളിച്ചുകൊണ്ടുന്നതാ. സിസ്റ്ററിനെ കിട്ടി, ആലീസ് എന്ന സിസ്റ്ററിനെ കിട്ടിയില്ല. അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ട് കയറി. പക്ഷെ ഹസ്ബൻഡിനെ പിടിച്ചടിച്ചു, തകർത്തുടച്ചു കുടുംബത്തെ. പക്ഷെ പ്രാർത്ഥന എന്ന തീയങ്ങ് ഇറങ്ങിയപ്പോ അതിനകത്ത് എന്തെങ്കിലും പൂച്ചയും പട്ടിയും കോഴി ആട് ഇതൊക്കെ നോക്കുവാണല്ലോ. ഇതൊക്കെ പോകും, മനസ്സിലാക്കണം. ചിലത് ദൈവം നിന്നെ വിട്ടുകൊടുക്കുക, ഇതൊക്കെ പോകുന്നതാ. നിന്നെ രക്ഷപ്പെടുത്തിയിട്ട് പിശാചിന് എന്തെങ്കിലും കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരു പന്നിയെങ്കിലും ചോദിക്കും, ഈ പന്നിക്കൂട്ടത്തിന് പോട്ടെ എന്ന് ചോദിക്കും. ചില പൂച്ചകൾ നിന്ന നിലയ്ക്ക് വീണ് മരിക്കുമ്പോ പറയണോ, പിശാചിന്റെ മേൽ ജയമെടുക്കുക. ഹല്ലേലൂയ. അപ്പൊ ഞാൻ തന്നെ അതിശയിച്ചു, കർത്താവേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും ശക്തിയോ? ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. തൃശ്ശൂരിൽ നിന്ന് സഹോദരൻ ഹോട്ടലിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോ തെറിച്ച് വീണിട്ടുണ്ടെങ്കിൽ പൂച്ചയല്ല, മന്ത്രവാദി വരെ നിന്നെടുത്ത് ചാവും. ഞാൻ ആത്മാവിനെന്ന് പറയാ, മന്ത്രവാദം ചെയ്യുന്ന മന്ത്രവാദിനെ വീട്ടിനകത്തിരുന്നുണ്ട് ആ സ്പോട്ടി വീഴും. ദൈവമക്കൾക്കെതിരായിട്ട് അഭിചാരം ചെയ്താൽ ചെയ്യുന്നവരെയും ചെയ്യിക്കുന്നവരെയും കൊടുക്കുന്നവരെ കൊടുത്തവരെയും ദൈവം തൂക്കിയെടുക്കുന്ന ദിവസമാണ് 2024. എഴുതിയിട്ടോ, എഴുതിയിട്ടോ. പ്രാർത്ഥിക്കുന്നവനെ, നിലവിളിക്കുന്നവനെ, കരയുന്നവനെ തകർക്കുവാൻ പിശാചുക്കൾ എഴുന്നേറ്റ് വന്നാൽ അതിന്റെ അന്ത്യം ദൈവം കുറിക്കും ഈ വർഷം. അങ്ങനെയാ. ഹല്ലേലൂയ. അതാ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ദൈവമക്കൾക്കെതിരായിട്ട് ഏത് നാണയത്തിൽ ചെയ്തു വെക്കുമോ അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരിക്കും എൻ്റെ കർത്താവായ യേശു. ഞാൻ ഇപ്പോൾ ചോദിക്കും, ഞാനോ? ഇല്ല, എന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ട്, എന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നിൽ ഇറങ്ങി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രസംഗം കേൾക്കുമ്പോൾ ചാനലിലൂടെ യൂട്യൂബിൽ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ കുടുംബം തകർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആമേ ഹല്ലേലൂയ, അടുത്ത വിടുതൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളെ കുടുംബത്തിനകം തകർത്ത് തരിപ്പണമാക്കി ഒരു ഗതിയില്ല മറുഗതിയില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും. എൻ്റെ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. നീ മരിക്കണ്ട, നീ മരിക്കണ്ട. ഹല്ലേലൂയ. നിന്നെ ഒതുക്കാൻ നോക്കിയാ വിട്ടുകൊടുക്കത്തില്ലെന്നേ, ഒരു പിശാചിനും വിട്ടുകൊടുക്കത്തില്ല. കാര്യം എന്താ? നീ ദൈവത്തിന്റെ പൈതലാണ്. നീ കരഞ്ഞു 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 കരഞ്ഞു, ഇനി കണ്ണുനീരില്ല. ആമേ, ഇനി മറുപടി, കണ്ണുനീരിന്റെ മറുപടി. ആമേ, ഒരു ഭൂകമ്പം പോലെ വന്ന് വീഴുന്നുണ്ട്. ഈ ചെയ്യിക്കുന്ന ലക്ഷങ്ങൾ മുടക്കി, ലക്ഷങ്ങൾ മുടക്കിയാണ് ഞാൻ കേൾക്കുന്ന എൻ്റെ പ്രാർത്ഥനാ വിഷയം വരുന്നത്, ഈ മന്ത്രവാദം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇത് ചെയ്തോ?
നിന്റെ ലക്ഷങ്ങളും 50,000 മുടക്കിയാലും എത്ര കോടി മുടക്കിയാലും ഒറ്റ കണ്ണുനീരും പ്രാർത്ഥന പൊട്ടിത്തീരാനേ ഉള്ളൂ. ഹല്ലേലൂയാ. ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്ന ചിലതുണ്ടല്ലോ, നിന്റെ ബിസിനസിനെ തകർക്കുക, അല്ലേ, കുടുംബജീവൻ തകർക്കുക, മക്കളെ അകറ്റുക, അല്ലേ, കുഞ്ഞുങ്ങൾ ചാടിപ്പോകുക. ഇതൊക്കെ പോരാട്ടങ്ങളാണ്. അപ്പനും അമ്മയ്ക്കെതിരായിട്ട് കൈ ഉയർത്തുക, എതിരായിട്ടുള്ള വാക്കുകൾ, കുടുംബത്തിനകത്ത് സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഐക്യതയില്ല. ഇതെല്ലാം പോരാട്ടങ്ങളാണ്. ഇതെല്ലാം മനസ്സിലാക്കി തിരിച്ചടിക്കുന്ന ഒരു ദിവസമുണ്ട്. ഇതെല്ലാം തിരിച്ചടിക്കുന്ന ദിവസമുണ്ട്. മറന്നു പോകരുത്. തിരിച്ചടിക്കുന്ന ദിവസം വരുന്നുണ്ട്. ദൈവം എഴുന്നേൽക്കുക തന്നെ ചെയ്യോ. നിനക്ക് വേണ്ടി ഒരു മറുപടി വരുന്നുണ്ട്. നിനക്കൊരു മറുപടി ഉണ്ട്. ആമേ. ഇന്ന് മറുപടി ഇല്ലെങ്കിൽ നാളെ ഒരു മറുപടി നിനക്കുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ആരാധിക്കുമ്പോ ആത്മാവൊരു കാര്യം ഓർമ്മപ്പെടുത്തുക. ഇന്ന് ഇവിടെ ഇത് പറയുമ്പോ മന്ത്രവാദ ചെയ്ത് വെച്ചതിന്റെ വീര്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് ചെയ്ത് വെച്ചതിന്റെ വീര്യം ദൈവം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പൊട്ടാനിരിക്കുന്ന ബോംബിനെ നിർവീര്യമാക്കുന്നുണ്ട്. ആത്മാവ് ഒരു ദൂത് വിളിച്ചു പറയുന്നുണ്ട്. പരിശുദ്ധാത്മ വ്യക്തമായി എന്നോട് പറയുന്ന ഒരു കാര്യം, ഇന്ന് ഇവിടെ ഇരിക്കുന്നതിന് മാത്രമല്ല, ലോകമെമ്പാടും ഇരിക്കുന്ന ദൈവ പൈതലിനെ നോക്കി പരിശുദ്ധാത്മ നിന്റെ മുഖത്ത് നോക്കി ദൂത് പറയുക. നിന്റെ കുടുംബത്തിനകത്ത് നാളെ പൊട്ടാനിരുന്ന ബോംബിനെ ഇന്ന് ദൈവം നിർവീര്യമാക്കുന്നുണ്ട്. നിർവീര്യമാക്കുന്നുണ്ട്. ഇതങ്ങൊന്ന് വീഴുക. ചെയ്യുന്നവർ ചെയ്തോട്ടെന്നേ, അവർ നല്ല ജോലി ചെയ്യട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് പറ, എനിക്കെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തോ. ഞാൻ ഓക്കെയാണ്, ഞാൻ ഓക്കെ. നിങ്ങൾക്ക് ആർക്ക് എന്ത് വേണോ ചാലോടെ ചെയ്യാം, ആർക്ക് വേണമെങ്കിലും ചെയ്യാം, ഞാൻ റെഡിയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണോ ചെയ്യാം, ഞാൻ റെഡിയാ. കാര്യം എന്താണ്? ഒന്ന് തൊട്ട് നോക്കണം. ആമേ. ഹല്ലേലൂയ. ഒന്ന് തൊട്ട് നോക്കണം. തന്റെ പൈതലിനെ തൊട്ട കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണ് ദൈവ പൈതലേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ തൊട്ട, നിലവിളിക്കുന്നവനെ തൊട്ട കൈ പൊള്ളും. നിന്നെ തകർത്ത് കുഴിച്ചു മൂടി നിന്റെ കുടുംബത്തെ ഇത്രയും പട്ടിണിയാക്കി, ഒരു ഗതിക്കും മറുഗതിയില്ലാതെ നിന്റെ മക്കൾ നല്ല ആഹാരം കഴിക്കുന്നില്ല, ഒരു നല്ലൊരു വസ്ത്രം ധരിക്കുന്നില്ല, ശരിക്കും പറഞ്ഞ ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ ഗതിയിടില്ല. അത്രത്തോളം കൊണ്ട് ചെയ്ത് അവന് കുടുംബത്തിനകത്ത് അഭിചാരം ചെയ്യുന്ന, മന്ത്രവാദം ചെയ്യുന്ന, പല ഭവനത്തെ തകർക്കുന്ന അനുഭവങ്ങൾ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിച്ചൊരു ജോലിയില്ല എന്നുവെച്ചാൽ അടുത്ത സെഷനിലോട്ട് കയറുന്ന എത്രയോ പേർ വിളിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ല, വിവാഹം നടക്കുന്നില്ല, പരസ്യമായിട്ട് പറയുന്നുണ്ട്. ചിലവർ വിളിച്ചു പറയുന്നുണ്ട്, നിന്റെ മോനെ ഒരിക്കലും പെണ്ണ് കെട്ടിക്കത്തില്ല, നിന്റെ മോളെ ഒരിക്കലും അയക്കത്തില്ല, നിനക്കൊരു കുഞ്ഞിനൊക്കെ കിട്ടത്തില്ല. ഇതൊക്കെ കുടുംബത്തിനകത്ത് വെല്ലുവിളികളാ. സാത്താൻ വെല്ലുവിളിക്കുമ്പോ ഇതുപോലെ വെല്ലുവിളിക്കുന്ന ഒരാളായിരുന്നു ഗോലിയാത്ത്, അല്ലേ? നല്ലപോലെ വെല്ലുവിളിച്ചു. എല്ലാവരെയും പരാജയപ്പെടുത്ത്. ശൗൽ വരെ പരാജയപ്പെടുന്ന സമയത്തിതാ ദൈവത്തിന്റെ അഭിഷിക്തൻ ദാവീദ് വരുന്നുണ്ട്. ഓ, ജ്യേഷ്ഠന്മാര് പരാജയപ്പെട്ടെടുത്ത് ആമേ ഒരു പീറ ചെറുക്ക്, ആർക്കും വേണ്ട കാട്ടിക്കിടന്നവൻ ആമേ നാട്ടിലോട്ട് വരുന്നുണ്ട്. ഒരു പീറ ചെറുക്ക്. ഓ, എല്ലാവർക്കും പീറ ചെറുക്കനാണെങ്കിലോ സ്വർഗത്തിലും അവൻ ശ്രേഷ്ഠനാ. നിന്റെ കുടുംബത്തിൽ നീ ഒരു പീറയാ, അല്ലേ? എടാ, എന്റെ കുടുംബത്തിൽ ഞാൻ പീറ, എനിക്കൊരു വിലയില്ല. പക്ഷെ ദൈവത്തിന് ശ്രേഷ്ഠമാ. ഹല്ലേലൂയ. മറ്റുള്ളവർ പറയും യവൻ പീറയാ. ഓ, പീക്രി. നീ പോയിട്ട് വേറെ ആരെങ്കിലും ഇവിടെ എന്ന് പറ. പക്ഷെ നിന്റെ കണക്കുകൂട്ടൽ തെറ്റി. ഹല്ലേലൂയ. ദാവീദ് വന്ന സമയത്ത് എല്ലാരും പറഞ്ഞു, ഓ, ഇപ്പൊ കാണാം. ഗോലിയാത്ത് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക.
ഇപ്പൊ നിന്നെ തീർക്കുമെന്ന് പറഞ്ഞ വാ കൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. ആരെ വാ കൊണ്ട് പറഞ്ഞോ ആ വ്യക്തി തകർന്നു. ഒറ്റ കല്ലുകൊണ്ട്, ഒരായുധവും വേണ്ട. എല്ലാരും വാളും പരിചയം കൊണ്ടൊക്കെ പോയി അല്ലേ, വാളും രാജാവിന്റെ പരിചയം കെട്ടുകൊണ്ടൊക്കെ അങ്ങ് പോയി. പക്ഷേ ഇതൊന്നും ദാവീദ്, അഭിഷേകമുള്ളവന് വേണ്ട. നിന്റെ നാവിൽ അഭിഷേകമുണ്ടെങ്കിൽ വേണ്ട, നീ പ്രാർത്ഥിച്ചാ മതിയെന്നേ. നിന്റെ വീട്ടിൽ കയറുമ്പോ ഈ തെറ്റിപ്പൂവും കുങ്കുമം കണ്ട പേടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? തെറ്റിപ്പൂവും കുങ്കുമം ഉണ്ട്, പേടി ഉണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുവാ. പ്രൈസ് ഹല്ലേലൂയ. തെറ്റിപ്പൂവും കുങ്കുമം കൊണ്ട് പേടിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോ അല്ല, ഇതെല്ലാം ദൈവത്തിന്റെ വകയാണ്. ഇതിനകത്തൂടെ നിന്ന് കടത്തി വിട്ടാലും നമ്മളെ തൊടത്തില്ല. ഇതൊക്കെ കണ്ടാലും നാരങ്ങ കണ്ടാലും, നാരങ്ങ കണ്ടാൽ പിഴിഞ്ഞു കുടിച്ചോ, സ്തോത്രം പറഞ്ഞ് പിഴിഞ്ഞു കുടിച്ചോ. മുട്ട കിട്ടിയ ഓംപ്ലേറ്റ് അടിച്ച് കഴിച്ചോ, ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ് കഴിച്ചോളണം, ഹല്ലേലൂയ. പാസ്റ്ററെ മുട്ട കണ്ടു, ഓംപ്ലേറ്റ് അടി. ഒരിടത്ത് മുട്ട കിട്ടി, നമ്മൾ വേണ്ടപ്പെട്ട, അയ്യോ കുറേ മുട്ട കിട്ടി, പേടി കഴിക്കാം, ഞാൻ മുഞ്ഞു കൊണ്ടുവാ. ഞങ്ങൾ പുഴുങ്ങി കഴിച്ചു. നമുക്കൊരു പേടിയില്ല, കാര്യം ഇന്നുവരെ മരിച്ചില്ല. ഒരു വേള കുറേ മുട്ട കിട്ടി, എന്നിട്ട് അയ്യോ ഞങ്ങൾക്ക് കഴിക്കാൻ വയ്യ, നമ്മൾ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. മുട്ട തിന്നാ ചത്ത് പോണേ അങ്ങ് പോട്ട്. ഇത്രയും മാസം ഇന്നുവരെയും ചത്തില്ല. കാര്യം എന്താണ്? ഹല്ലേലൂയ. അതിനെ തകർക്കുന്നൊരു അഭിഷേകം നമ്മുടെ മേലുണ്ട്. അതിനെ തകർക്കുന്നൊരു തീ നമ്മുടെ മേലുണ്ട്. ഹല്ലേലൂയ. ഓ ദൈവ പൈതലേ, നീ വീട്ടിൽ ചെല്ലുമ്പോ എന്തെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടാതെ കണ്ടു കഴിഞ്ഞ നീ ധൈര്യമായിട്ട് പറഞ്ഞ, യേശുവിന്റെ നാമത്തിൽ വീര്യം പ്രവർത്തിക്കും. ഇവൻ അത്ഭുത മന്ത്രി വീരനാ ദൈവ. വലത്തെ കാല് വെച്ച് ചവിട്ടി പറ, യേശുവിന്റെ നാമത്തിൽ വീര്യം പ്രവർത്തിക്കും. നിന്റെ ഭവനത്തിനകത്ത് കിടക്കുന്ന തകർന്ന് പൊടിയാ പോകുക, കത്താ പോകുക. വീര്യപ്രവൃത്തിയാ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അതാ വചനം പറയുന്നത്, പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു, തീഷ്ണ എന്ന മേലങ്കി പോലെ പുതച്ചു. തീഷ്ണത, നമ്മുടെ ദൈവം ഈ വർഷം തീഷ്ണതയോടെ ഇരിക്കും. 2023 വരെ നിന്നെ കരയിച്ചു ഒരു പരുവമാക്കിയിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്ക് എഴുന്നേൽക്കുന്ന വർഷമാണ്. ദൈവത്തിന്റെ കണ്ണ് ആമേ പ്രതികാരത്തിന്റെ മധ്യ ജ്വലിക്കുന്നുണ്ട്. ആമേ പ്രതികാരത്തിന്റെ മധ്യ ജ്വലിക്കുന്നുണ്ട്. പ്രതികാര ദൈവത്തിനാ. നമ്മൾ ആരും പ്രതികാരം ചെയ്യണ്ട. പ്രാർത്ഥിക്കുന്നവരെ, നിങ്ങൾ ആരും പ്രതികാരത്തിന് പോകരുത്. പ്രാർത്ഥിച്ച് പ്രതികാരം ചെയ്താൽ മതി. നിങ്ങളെ മുഖത്ത് നോക്കിയോ, നിങ്ങളെ നോക്കി ശപിച്ചാലോ, അല്ലെങ്കിൽ നിങ്ങളെ നോക്കി 10 കുറ്റം പറഞ്ഞാലോ, 10 തെറി പറഞ്ഞാലോ, നിങ്ങൾ സ്തോത്രം പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. ചിലർ ചാടി വരും. ചാടി വരുമ്പോ ഒഴിഞ്ഞു കൊടുത്താൽ മതി. ചെന്ന് എവിടെയെങ്കിലും നേരത്തെ കാലം ഫ്രിഡ്ജിൽ ഇടിച്ചു വീഴും. ഹല്ലേലൂയ. ഇപ്പം ഫ്രിഡ്ജിലൊക്കെ വീട്ടിനകത്ത് ഇടിച്ചാ വീണത്. ഹല്ലേലൂയ. ഫ്രിഡ്ജിൽ ഇടിച്ചു വീഴും, വേറെ എവിടെയെങ്കിലൊക്കെ ഇടിച്ചു വീഴും. ഒന്ന് മാറിക്കൊടുത്താൽ മതി. ഹല്ലേലൂയ. അവൻ എവിടെയെങ്കിലും വീഴുന്നേ പറ്റൂ. ആമേ. വീഴാൻ നിൽക്കുന്നവനെ പിടിച്ചേർത്താൻ പറ്റൂല. ഹല്ലേലൂയ. ആമേ. ദൈവം പണി തുടങ്ങിയിട്ടുണ്ട്. ദൈവം പണി തുടങ്ങിയിട്ടുണ്ട്. ദൈവ മക്കൾക്കെതിരായിട്ട് എവിടെയാണോ ശത്രു എഴുന്നേൽക്കുന്നത് അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. ഇനി അറിഞ്ഞു വെച്ചും കൊണ്ട് ഒരിക്കലും, പ്രത്യേകിച്ചും യേശുവിന്റെ അടുത്തിരിക്കുന്ന മക്കൾക്ക് ഒരു ശുദ്ധം ചെയ്യാൻ പോകരുത്. പ്രത്യേകിച്ചും നിന്റെ കുടുംബത്തെ കീറിക്കളയും ദൈവം. നിന്റെ കുടുംബത്തിന്റെ റേഷൻ കാർഡും കീറും, നിന്റെ ആധാറും കീറും, ഐഡന്റിറ്റി കാർഡും കീറും. സൂക്ഷിച്ച് കളിച്ചോ. ഇത് ചെറിയ കാര്യമല്ല. സകലത്തിന്റെ മേൽ നിൽക്കുന്നവന്റെ മേലാണ് നിൽക്കുന്നത്. നീ ധൈര്യമായിട്ടിരി, പേടിക്കരുത്. ഇപ്പൊ ഇത്തിരി ഒരസം തട്ടും മുട്ടും, അവിടെ ചൊരച്ച ഇവിടെ വല്ല ഇല്ല. കരയുന്നവന്റെ കണ്ണുനീര് ദൈവം കാണുന്നുണ്ട്. ഇവരൊക്കെ പരസ്യമായിട്ട് തലമുറ കൊടുക്കത്തില്ല. പരസ്യമായിട്ട് സ്ത്രീ പറയാ, നിന്റെ അടുത്ത് ഭർത്താവിനെ വെച്ച് കടത്തത്തില്ല. പരസ്യമായിട്ടാ പറയുന്നത്. ഓ, കണ്ണിച്ചോരയില്ലാത്ത ദുഷ്ട പിശാച്. ഒരു കുഞ്ഞിനെ ഞാൻ കൊടുക്കത്തില്ല. പിശാചിന്റെ തന്ത്രങ്ങളാ.
ഇതൊക്കെ എനിക്ക് കേൾക്കുമ്പോഴേ കാല് വാരി തൂക്കിയെടുത്ത് അടിക്കണ മാത്രമല്ല, ചവിട്ടി അരയ്ക്കാനാ തോന്നണത്. അങ്ങനെയോ അഭിഷേകം, അങ്ങനെ അഭിഷേകം കിടക്കണത്. ഹല്ലേലൂയ. അത് യാത് മക്കൾക്ക് ചെയ്താൽ അങ്ങനെയാ. നിന്റെ കണ്ണിലെ ചോരയൊക്കെ, കണ്ണിച്ചോരയില്ലേ, അവന്റെ ചോരയെല്ലാം പിശാച് കുടിച്ചോണ്ടിരിക്കുക. അതാണ് കണ്ണിച്ചോരയില്ല എന്ന് പറയണത്. എടാ, നിനക്കൊക്കെ കണ്ണിച്ചോരയില്ല, പക്ഷെ ചെയ്ത് 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 ഒരു പരിധി അവരുടെ ഇരിക്കും, അല്ലേ? കുടുംബത്തേക്ക് അകറ്റാം, കുഞ്ഞുങ്ങളെ കൊടുക്കാതിരിക്കാം, എന്നിട്ട് പരസ്പരം അടിച്ച് പിരിയുക, എല്ലാം തകർക്കാം. പക്ഷെ ഒരു പരിധി, ദൈവം എല്ലാത്തിനൊരു പരിധി വെച്ചിട്ടുണ്ട്, അല്ലേ? കടലിനൊരു പരിധി വെച്ചിട്ടുണ്ട്, കടലും വെള്ളത്തിനും ഒരു പരിധി വെച്ചിട്ടുണ്ട്. എന്റെ ദൈവം പരിധി കഴിയുമ്പോ ഇറങ്ങി വരും, പ്രതികാരത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട്. വീണ് പോകരുത്, വീണ് പോകരുത്. ഹല്ലേലൂയ. പലരും പറഞ്ഞു മൂക്കി കയറ്റി വലിക്കൂന്ന് പറഞ്ഞു. ഇത് മൂക്കി കയറ്റിയല്ല വലിക്കുന്നത്, കയറി കെട്ടിയാ വലിക്കുന്നത്. പലതും മൂക്കി കെട്ടി വലിക്കുന്നത് കയറി കെട്ടി വലിക്കുന്ന കണ്ടുകൊണ്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നിടത്ത് പറയണം, നിന്റെ പരാജയം അടുത്തു കഴിഞ്ഞു പിശാചേ. എവിടെയെങ്കിലും ദൈവമക്കളെ നിങ്ങളെ നോക്കി ശത്രു, നിങ്ങളെ കുടുംബം ആരെങ്കിലും വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പരാജയം അടുത്തു കഴിഞ്ഞു. ആ വ്യക്തിയുടെ അല്ല, പിശാചിന്റെ പരാജയം. വ്യക്തിയുടെ പരാജയമല്ല, പിശാചിന്റെ പരാജയത്തിന് വേണ്ടി സമയം കുറിച്ചു. ദൈവ ഡേറ്റ് കുറിച്ച ദിവസമാണ്. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊണ്ട്. ഹല്ലേലൂയ. ഇത് എവിടെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ വചനം പല കുടുംബങ്ങൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. അതാ എന്റെ ദൈവ തീഷ്ണയുടെ മേലങ്കി പോലെ പുതച്ചു, പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു, തീഷ്ണയുള്ള മേലങ്കി പോലെ പുതച്ചു. നിനക്ക് വേണ്ടി ഇതാ പ്രതികാരത്തോടെ ദൈവം ഇറങ്ങുന്നുണ്ട്. ഒരിക്കലും പതറിപ്പോകരുത്. ഹല്ലേലൂയ. ആമേൻ. സ്വർഗത്തിലെ ദൈവം നിന്നെ രോഗിയാക്കി നോക്ക്. രോഗി അല്ലേ? ചിലവര് രോഗങ്ങൾ വരും, പ്രശ്നങ്ങൾ വരും. ചിലർ കയ്യിരിപ്പ് കൊണ്ടൊക്കെ രോഗം വരും. ചിലതൊക്കെ അങ്ങനെയല്ല, ചില കയ്യിരിപ്പ് കൊണ്ട് വരും. പിന്മാറ്റത്തിൽ പോകുമ്പോൾ പിശാച് നല്ലപോലെ ചവിട്ടും. ഹല്ലേലൂയ. ചിലത് പ്രശ്നം വരുമ്പോൾ ആമേ പല പ്രശ്നത്തിൽ വരും. അതൊക്കെ ദൈവത്തെ മുറുകെ പിടിക്കാനാ. അല്ല, ചിലതൊക്കെ നമ്മൾ അറിയാതെ വരും. എന്നാൽ ഏത് വന്നാലും, എന്ത് വന്നാലും, എപ്പോ വന്നാലും, എങ്ങനെ വന്നാലും എന്റെ കർത്താവിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. 1 പത്രോസ് 1:13 ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. ഇതൊക്കെ വരുമ്പോ മനസ്സിലാക്കണം. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മലരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളണം. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിക്കണം. മനസ്സാടിപ്പോകരുത്. പലതും കാണുമ്പോൾ ആടിപ്പോകരുത്. ഇതോടെ തീർന്നെന്ന് പറയരുത്. എൻ്റെ കർത്താവിൻ്റെ വരവിൽ ആമേൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവത്തെ നീ കാണണം. അവന്റെ കൃപയിൽ പൂർണ്ണമായൊരു പ്രതീക്ഷ, യേശുവിൽ നിനക്ക് പൂർണ്ണമായൊരു പ്രതീക്ഷ വയ്ക്കണം. എൻ്റെ തലമുറകൾ കയറി വരും. എൻ്റെ കുടുംബത്തെ ശത്രു തകർത്ത് ഉടച്ചതിനെ, പിശാച് ഉടച്ച് ആമേൻ ഞവിടി എറിഞ്ഞതിനെ, പൊടിച്ച് പപ്പടം പോലെ എറിഞ്ഞതിനെ എൻ്റെ ദൈവം ആമേ തിരിച്ചു പിടിക്കും. ചിലതൊക്കെ ഉടഞ്ഞു പോയതിനെ, എവിടെയൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട്, എവിടെയൊക്കെ തകർന്നു പോയിട്ടുണ്ട്, നിരാശപ്പെടണ്ട. ഓ ദൈവ പൈതലെ, നിരാശപ്പെടല്ലേ. ദൈവം നിനക്ക് വേണ്ടി ആമേ നിനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ദിവസമുണ്ട്. പൂർണ്ണമായി ഒരു പ്രതീക്ഷ വെച്ചുകൊള്ളണം. നിങ്ങൾ യേശുവിൽ ഇരിക്കുമ്പോൾ പൂർണ്ണമായിരിക്കണം. എൻ്റെ ദൈവം രക്ഷിക്കും, പൂർണ്ണമായിരിക്കണം. മറുപടി കിട്ടിയില്ല എങ്കിൽ നമ്മൾ അടുത്ത് വേറെ മാറി ഓടരുത്. ദൈവത്തെ മാറ്റി പിടിക്കരുത്.
വസ്ത്രം മാറും പോലെ ദൈവത്തെ മാറ്റിപ്പിടിക്കാതിരുന്നാൽ ഒരു പൂർണ്ണ വിടുതൽ കിട്ടും. ആമേ ഹല്ലേലൂയ. പ്രശ്നങ്ങൾ അതിസങ്കീർണമാണ്. എപ്പോഴും ശത്രു നമുക്ക് പിന്നിലുണ്ട്, മറക്കരുത്. ദൈവ പൈതലെ പിശാച് എപ്പോഴും നമ്മുടെ ബാക്കിലുണ്ട്. നമ്മളെ എപ്പോഴും തള്ളിയിടുവാൻ അവൻ പദ്ധതി ഒരുക്കുമ്പോ നീ മനസ്സിലാക്കണോ, ഞാൻ തോറ്റു കൊടുക്കത്തില്ല. വീണാലും എഴുന്നേൽക്കോ. നീതിമാൻ വീണാലോ അവൻ എഴുന്നേൽക്കുന്നതിനെ ചെയ്യും. ഒരവസരം എവിടെ കിട്ടുമോ എന്ന് നോക്കിയിരിക്കുകയാണ്. ഒരവസരം നോക്കി നടക്കുകയാണ്. ഒരവസരം അവൻ നോക്കി നടക്കുമ്പോ അവസരങ്ങൾ നമ്മൾ ശരിക്കും പിശാചിനിടം കൊടുക്കാതെ വണ്ണം നമ്മുടെ പ്രതീക്ഷ ഇരിക്കണം. നമ്മൾ പറയണം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അവന്റെ പ്രവൃത്തി എങ്ങനത്തെ പ്രവൃത്തിയാ ഈ വർഷം സംഭവിക്കുന്നത്? യെശയ്യാവ് 9:6 പറയുന്നു, എന്താ? അത്ഭുത മന്ത്രി, വീണാ ദൈവം, നിത്യപിതാവ്, അവ തീഷ്ണയോടെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ആമേ ഹല്ലേലൂയ. എന്റെ ദൈവ ചില വിഷയങ്ങൾക്ക് വേണ്ടി തീഷ്ണയോടെ ഇറങ്ങി വരും. തീഷ്ണത. നിങ്ങൾക്ക് മറുപടിയില്ല, കുഞ്ഞുങ്ങൾക്ക് ഉയരാൻ പറ്റുന്നില്ല, അത് ചില പരാജയങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് ഉയരാൻ പറ്റുന്നില്ല, ഒരു ഭാവി കെട്ടിവെച്ചിരിക്കുന്നു. എത്രയോ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്നില്ല, ബന്ധിച്ചു വെച്ചിരിക്കുന്നു. ഇതൊക്കെ പൊട്ടണം പ്രാർത്ഥനയാൽ. ദൈവ പ്രവൃത്തി വെളിപ്പെടുമ്പോ, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുമ്പോ ദൈവ പ്രവൃത്തി വെളിപ്പെടില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ, ദൈവ കരങ്ങളിൽ കൊടുക്കുവാൻ. നീ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുമെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സ്വർഗമുണ്ട്. വെറുതെ ആയി പോകത്തില്ല. നമ്മുടെ പ്രാർത്ഥന വെറുതെ ആയി പോകത്തില്ല. നമ്മുടെ നിലവിളി വെറുതെ ആയി പോകത്തില്ല. ശത്രു എത്ര ബലവാനായിക്കോട്ടെ, അവൻ എത്ര ശക്തനായിക്കോട്ടെ, അവൻ നമ്മളെക്കാടി എത്ര ബലവാനായാലും ബലവാനെ പിടിച്ചു കെട്ടിട്ടല്ലാതെ അവന്റെ കോപ്പ് അവരെ കഴിയത്തില്ല. അവനെ പിടിച്ചു കെട്ടുക തന്നെ ചെയ്യും. ശത്രുവിനെ പിടിച്ചു കെട്ടുന്ന വർഷമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ എന്താ? നമ്മൾ അനുഗ്രഹമുണ്ട് അല്ലേ, വർധനയുണ്ട്, സന്തോഷമുണ്ട്, കൊയ്ത്തുണ്ട്, കൊള്ളയുണ്ട്, എല്ലാ അനുഗ്രഹമുണ്ട്. പക്ഷെ ഇതിനെ കയ്യിൽ വരാതെ പിശാച് നല്ലപോലെ വെല്ലുവിളിക്കുന്നുണ്ട്. അല്ല, അനുഗ്രഹങ്ങൾ വരുമ്പോ, ഒരു നന്മ വരുമ്പോ, ഒരു വീട് വെച്ചു, വീട് മനോഹരമായിരിക്കുന്നു, അത് കാണും പറയും, ഇനി അടുത്ത പണി ചെയ്യണ കാണിച്ചു തരാം. ആമേ ഹല്ലേലൂയ. ശത്രു മെനയുന്നുണ്ട്, ശത്രു മെനയുന്നുണ്ട്, ശത്രു മെനയുന്നുണ്ട്. അതിനെ വെട്ടി നമ്മൾ പ്രാർത്ഥിക്കുക, യേശുവിന്റെ കരങ്ങൾ കൊടുക്കുക. പല അനുഗ്രഹങ്ങൾ കാണുമ്പോ, ഒരു പുതിയ വണ്ടി വന്നു, പുതിയ കാർ വന്നു, നിനക്ക് വേണ്ടി ശത്രു അടങ്ങിയിരിക്കുമോ? ഇല്ല. പുതിയ വണ്ടി വന്നാലും പറയും, നീ വണ്ടി കയറ്, ഞാൻ നിന്നെ തള്ളിയിടും. ഞാൻ വണ്ടി എടുത്ത സമയത്ത് കൊണ്ടുവച്ച് ഇടിയോട് ഇടിയായിരുന്നു. ഒറ്റയടിക്ക് 45. ഹല്ലേലൂയ. ഒറ്റയടിക്ക് 45 പോണത് ഇടി. പിന്നെ വേറെ പോണു 35. ഹല്ലേലൂയ. ഇടി. അപ്പോൾ നിന്നെ പഠിപ്പിക്കത്തില്ല, നിന്നെ ഓട്ടിക്ക. പിശാച് പറഞ്ഞു, എന്നെ ഓട്ടിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. ആദ്യം ഒരു 35-45 പോയി. പോട്ടെന്നേ, പോയില്ല. ഇൻഷുറൻസ് കിട്ടി, കയ്യിൽ നിന്ന് പോയില്ല എന്നും പറഞ്ഞ് പേടിച്ചിട്ട് ഞാൻ ഇനി വണ്ടി എടുക്കുന്നില്ല. നിന്നെ ഓടാനും പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. എൻ്റെ കർത്താവ് എൻ്റെ കരം പിടിച്ചത്. എൻ്റെ കരം പിടിച്ച പിശാചല്ല, എൻ്റെ കരം പിടിച്ചത് കർത്താവായ ദൈവമായ യേശു ക്രിസ്തുവാണ്. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ പഠിപ്പിക്കില്ല, നിന്റെ കൂടെ ഞാൻ ഇരിക്കും. നിന്റെ കൂടെ ഞാൻ ഇരുന്നാ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണേ? നിന്റെ കൂടെ കർത്താവായ ദൈവം ഇരുന്നാ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? നമ്മളല്ല. പിന്നെ അവിടുന്ന് ഓടുന്നത് ആരാ? ഓട്ടിക്കുന്നത് ദൈവമാണ്. ഇന്നലെ 2 കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതിയ സമയത്ത്, എറണാകുളത്ത് നിന്ന് പരീക്ഷ എഴുതിയ സമയത്ത് 2 കുഞ്ഞുങ്ങൾ വിളിച്ച്, പാസ്റ്ററേ ഞങ്ങൾ പരീക്ഷ എഴുതി. ഞങ്ങളല്ല പാസ്റ്ററേ, ഞങ്ങളല്ല. നിങ്ങളല്ല, എനിക്ക് നല്ലപോലെ അറിയാം. ഒരു സ്വർഗത്തിലെ ദൈവമാണ്, സ്വർഗത്തിലെ ദൈവമാണ്. നിങ്ങളല്ല പരീക്ഷ എഴുതിയത്, നിങ്ങൾക്ക് വേണ്ടി എഴുതുവാൻ സ്വർഗം നിനക്ക് വേണ്ടി വന്നു. പരാജയപ്പെട്ട് എവിടെയെങ്കിലും തോറ്റ് കിടക്കണമെങ്കിൽ പറ, കർത്താവിന്റെ കരം പിടിക്കുമ്പോൾ നിന്നെ പിടിച്ചു കയറ്റും. നീ എവിടെയെങ്കിലും പരാജയപ്പെട്ട് തോറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ, ഏത് മേഖലയിൽ തോറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ പറ, യേശുവേ എൻ്റെ ഒരു കരം പിടിക്കണം. ചിലപ്പോ എവിടെയെങ്കിലൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ശത്രു അടിച്ചു നമ്മളെ തള്ളിയിടാൻ നോക്കിയിട്ടുണ്ട് അല്ലേ? പലവരെയും തള്ളിയിട്ട അനുഭവങ്ങളുണ്ട്. എല്ലാവരെയും, പാസ്റ്റർമാരെ ഒരുപാട് തള്ളിയിടും. ദൈവമക്കളാരെയും പറയണ്ട. ആദ്യത്തെ അടി പാസ്റ്റർമാർക്ക് അടി,
അത് കഴിയുമ്പോൾ ദൈവമക്കളാടി തള്ളിയിട്ടു, എവിടെയെങ്കിലും പൂട്ടി കെട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം വെച്ച് കെട്ടി അവസാനം മറ്റുള്ളവരെ പോലെ പല്ലും കുത്തി ആമേ ഹല്ലേലൂയ താടിയിൽ കയ്യും കൊടുത്ത് ഒരു ഗതിക്ക് പറയില്ല. നേരം വെളുക്ക് പറയും ഒരു ചായ വരട്ടെ, പാല് പോലും വാങ്ങിച്ചു കൊടുപ്പില്ല, തേലപ്പൊടി പോലും വാങ്ങിച്ചു കൊടുക്കണില്ല. ഇവിടെ നേരം വെളുക്ക് പറയും ഒരു ചായ വരട്ടെ, ഒന്നും വാങ്ങിച്ചു കൊടുക്കാത്തടുത്ത് നിവൃത്തിയില്ലാത്തടുത്ത് രാവിലെ ചായ കൊടുക്കാൻ പറഞ്ഞാൽ ചായയല്ല പറഞ്ഞു. അവസാനം വരുന്നത് വലിയ വാക്ക് ഇങ്ങോട്ട് വരുന്നത് കുടുംബത്തിനെ തകർക്കല്. അടുത്തൊരു കട്ടൻ ചായയും കൊണ്ട് പറയും തേലപ്പൊടിയില്ല. അവസാനം വെള്ളമെങ്കിലും കൊണ്ടുപോവാ, വെള്ളത്തിന് വെള്ളമില്ല, പൈപ്പിൻ്റെ അതും കട്ട് ചെയ്ത് കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞാൽ പച്ചവെള്ളം വരെ എടുക്കാൻ നിവർത്തിയില്ല, പൈപ്പിൻ്റെ പീസ് വരെ ഊരിക്കൊണ്ടുപോയി. ഹല്ലേലൂയ. പൈപ്പ് വെള്ളം ഉണ്ടെങ്കിൽ കട്ടൻ ചേടാൻ പറ്റൂ. കട്ടൻ ചേടണമെങ്കിൽ തേലപ്പൊടി വേണ്ടേ? തേലപ്പൊടിയിലാണെങ്കിൽ പഞ്ചസാരയും പാലൊക്കെ നിങ്ങൾ ചായ ആവത്തുള്ളൂ. അപ്പോൾ ഒരുപാട് ഇതെല്ലാം മുടക്കി ബന്ധിച്ച് വെച്ച അനുഭവങ്ങള് അല്ലേ? ഒരു ഗതിക്ക് മറുഗതി ഇല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റു പരാജയപ്പെട്ട് നമ്മൾ തകർന്നു പോയ അനുഭവത്തിൽ എന്നാൽ മുകളിലോട്ട് നോക്കിയ ആകാശം, താഴെ നോക്കിയ ഭൂമി, രാവിലെ എനിക്ക് പോകാൻ ഒരു സ്ഥലവുമില്ല, ആരും എന്നെ വിളിക്കണമില്ല. ആമേ ഹല്ലേലൂയ. നേരം വെളുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ പോവാൻ സ്ഥലവുമില്ല, എന്നെ ജോലിക്ക് ആരും വിളിക്കണമില്ല. കാര്യം എന്താണ്? ഒരു സമയത്ത് നല്ലപോലെ ഓടിയതാ. നിന്റെ ഓട്ടം കണ്ട് പിശാച് അടിയടിച്ചു, എന്നാൽ തകർത്തു വെച്ച് കെട്ടി പൂട്ടിക്കെട്ടി അനുഭവങ്ങളെ പരിശുദ്ധ പറയുന്നു ഇതാ ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട്. പിടിച്ചെടുത്തോ. നിന്നെ പൂട്ടിക്കെട്ടിയെടുത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇതാ ഒരു ദൂത് വിളിച്ചു പറയുന്നു. ചില വ്യക്തിയുടെ മേൽ വന്ന് വീഴുന്നുണ്ട്, ചില വ്യക്തിയുടെ മേൽ ആ ദൂത് വന്ന് വീഴുന്നുണ്ട്. നിന്നെ പൂട്ടിക്കെട്ടി വെച്ചെടുത്ത് സ്വർഗം പറഞ്ഞ പുറത്തു കൊണ്ടുവരുവാൻ. ഓ സിസ്റ്ററേ, പരിശുദ്ധ പറയുന്നു നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് ആത്മാവൊരു ദൂത് കൈമാറുന്നുണ്ട്. കരമടിച്ചത് പ്രാപിച്ചോ? അത് സംഭവിക്കട്ടെ, അത് നിന്നെ സംഭവിക്കട്ടെ. പുറത്തു വരത്തക്ക വണ്ണം ഒരിക്കലും പുറത്തു വരില്ല എന്ന് പറഞ്ഞെടുത്ത് സ്വർഗം പറയുന്നു നിന്നെ പുറത്തു കൊണ്ടുവരും. പിടിച്ചെടുത്തോ സിസ്റ്ററെ, നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ നോക്കി പറയുന്നു, അവിടെ നിന്ന് പേര് വിളിക്കാൻ പറയില്ല. നിന്റെ തലയിൽ കൈവച്ച ദൂത് നിന്റെ മേൽ വന്ന് വീഴുന്നുണ്ട്. നിന്റെ കയ്യിലേക്ക് സ്വർഗ ചില താക്കോലുകള് നിന്റെ മേൽ ഇട്ട് തരുന്നുണ്ട്. പിടിച്ചെടുത്തോ, നിന്റെ ടൈമിലേക്ക് കേറുന്ന സമയമായിട്ടുണ്ട്. ഓ പൂട്ടിക്കെട്ടിയെടുത്ത് ദൈവം ഒരു വിശാലത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരുന്നുണ്ടെന്ന് ആത്മാവ് ഒരു ദൂത് കൈമാറുക. ശത്രു അടച്ചു വെച്ചതെല്ലാം, ദുഷ്ടപിശാച് അടച്ചു വെച്ചതെല്ലാം നിനക്ക് വേണ്ടി ദൈവം വലിച്ചിടുന്നുണ്ട്. കറ്റകടരുത് വലിച്ചിടുന്നത് പോലെ 2024 ദൈവം വലിച്ചിട്ട് തരുന്നുണ്ട്. നിലവാരങ്ങൾ മാറുന്നു, ദൈവമക്കളുടെ നിലവാരങ്ങൾ മാറുന്നു. അടുത്ത നിലവാരത്തിലേക്ക് കയറ്റുന്നുണ്ട്. ഈ യാത്രയിൽ ഒരു പ്രമോഷൻ വന്ന് നിങ്ങളുടെ ഹസ്ബൻഡ് മേൽ വീഴുന്നുണ്ട്. പ്രമോഷൻ സ്റ്റാറായിട്ട് മലേഷ്യയിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ തലമുറകളിൽ വിടുതൽ സംഭവിക്കുന്നു. നിങ്ങളുടെ തലമുറകളിൽ തലമുറമേൽ വിടുതൽ സംഭവിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന സമയത്ത് ഒരു ആലോചന ഇങ്ങനെ കൈമാറി. ആത്മാവ് എന്നെ ഇങ്ങനെ പറയാൻ പറഞ്ഞു. ദൈവം തന്ന ആലോചന ഇങ്ങനെയായിരുന്നു. 10 വർഷം കഴിഞ്ഞ കേസുകൾ, 10 വർഷം കഴിഞ്ഞ കേസുകൾ. കേസെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളില്ലാതെ 10 വർഷം മുമ്പോട്ട് പോയ 10, 11, 12, 14 അത്രയും
മുന്നോട്ട് പോയ ഒന്നല്ല 1000 പേരുടെ മേൽ തലമുറകൾ ദൈവം കൊടുക്കുന്നുണ്ട്. ആത്മാവ് ഒരു ദൂത് കൈമാറുന്നുണ്ട്. 10 വർഷം കഴിഞ്ഞ് പിശാച് ബന്ധിച്ചു വെച്ച ചില കെട്ടുകൾ പൊട്ടിയിട്ടുണ്ട്. അഭിചാരങ്ങൾ തകരുന്നുണ്ട്. ചില മന്ത്രവാദങ്ങൾ തകരുന്നുണ്ട്. 10 വർഷം താഴോട്ടുള്ള 10 വർഷം കഴിഞ്ഞ കേസിന്റെ മേൽ, അത് ഈ ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ, യൂട്യൂബിലെ കേൾക്കുന്ന ദൈവമക്കൾ, നിങ്ങളുടെ മേൽ വന്ന് വീഴുന്നുണ്ട്. 10 വർഷം കഴിഞ്ഞതാണോ? 10, 11, 12, 14, 15, 17, അതിനങ്ങോട്ട് പയ്യവർ ചിലപ്പോൾ 25 വർഷമായിരിക്കാം. പിശാച് കെട്ടിപ്പൂട്ടി മുദ്രയിട്ട് വെച്ചതിനെ പൂട്ട് ദൈവം പൊട്ടിച്ചുന്ന് ഈ ആരാധനയിൽ പൊട്ടിയിട്ടുണ്ട്. അത് ഉറപ്പാ, പൊട്ടിയിട്ടുണ്ട്. അത് അത്ഭുതം സംഭവിക്കുന്നുണ്ട്. അത്ഭുതം സംഭവിക്കുന്നുണ്ട്. വിശ്വസിക്ക്. ഇന്ന് ഇവിടെ ഇരിക്കും മുറിഞ്ഞപാല സഭയ്ക്കുള്ളതല്ല. ഇത് മുറിഞ്ഞപാല ഇവിടെ ഉള്ളവർക്ക് വേണ്ടി മാത്രമല്ല, 1000 പേർ ആമേ ലോകത്തിരിക്കുന്ന സകലവർക്കുള്ളതാ. ആമേ ഹല്ലേലൂയ. ഒരു അനുഗ്രഹം ഞാൻ പറഞ്ഞു, സഭയുടെ ദൂത് നീ വർദ്ധിക്കുകയും അവർ നിന്റെ സ്ഥലം സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കും പോലെയായിരുന്നു. അത് തിരുവനന്തപുരം പട്ടണം മുറിഞ്ഞപാല സഭയ്ക്ക് മാത്രമുള്ളതല്ല, ലോകത്തിന്റെ 4 വൻകരകളിൽ അടിക്കുന്നുണ്ട്. ലോകത്തിന്റെ 4 വൻകരകളിൽ വിടുതൽ സംഭവിക്കുന്നുണ്ട്. ദൈവം നിനക്ക് നിന്റെ മേൽ വന്ന് വീഴുന്നുണ്ട്. നീ നിലവിളിച്ച് അങ്ങറ്റം കരഞ്ഞുകൊണ്ടിരിക്കുന്ന സിസ്റ്ററെ, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഒരു വിടുതൽ അയക്കുന്നുണ്ട്. നീ കരഞ്ഞുകൊണ്ട്, നീ സിസ്റ്റർ തന്നെയാണ്. അടുത്തിരിക്കുന്ന ആമേ ഹല്ലേലൂയ ദൈവ പൈതലെ, നിന്റെ മേൽ ഒരു വലിയ വിടുതലെ കുടുംബത്തിനകത്ത് പിശാച് കെട്ടിപ്പൂട്ടിയ ചില ശാപത്തിന്റെ കെട്ടുകൾ പൊട്ടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വർഷം നമ്മുടെ സഭയ്ക്ക് അല്ലേ, ഈ വർഷത്തെ 2023 അവസാനമൊക്കെ പറഞ്ഞു, 24 കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് പേർ ഇതിനകത്ത് കുഞ്ഞുങ്ങളായിട്ട് കയറി വരുന്നുണ്ടെന്ന്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ കേസുകൾ. പരിശുദ്ധാത്മാരുടെ ദൂതായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കഴിഞ്ഞ 2023 പറഞ്ഞു, വിദൂരത്തിൽ നിന്ന് മക്കളുടെ നിന്ന് താമസിക്കുന്നു. അവരിന്ന് താമസിച്ചു. AC റൂമിനകത്താ കിടന്നത്. ഹല്ലേലൂയ. AC റൂമിനകത്ത് AC വെച്ചപ്പോൾ ചോദിച്ചു, ദൈവമേ ഇത് ആർക്ക് പറ്റത്തില്ലല്ലോ, വന്ന് കൊറോണയൊക്കെ പോയി റൂം അടച്ചിട്ടിരിക്കുന്നു. ഇല്ല, ദൈവം ഒരുക്കുന്നുണ്ട്. ഇന്നലെ അവർ ഹാപ്പി ആയത്. കാര്യം എന്താണ്? ഇത് ഇന്നലെ ആ ദൂത് നടന്നത്. ഹല്ലേലൂയ. ആമേ, അവർക്ക് ദൈവം എന്ന് കിടക്കുന്ന ഒരു അവസരങ്ങൾ, അതിന്റെ ദൂത് ഇന്നലെ അനുഗ്രഹമായത്. ഹല്ലേലൂയ. ഇല്ല, ദൈവം ചിലത് ചെയ്യുന്നത് ചില സമയമാകുമ്പോൾ അത് കൃത്യം അനുഗ്രഹമായിരിക്കും. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നടക്കുന്നതിനായി സ്തോത്രം ചെയ്യാൻ. എഫെസ്യ ലേഖനം 6:15 സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. സമാധാനത്തിനുള്ള സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പായിരിക്കണം. സമാധാനമുള്ള ഒരുക്കം കാലിന് ചെരുപ്പായിരിക്കണം. ഹല്ലേലൂയ. സമാധാനത്തോടെ ഇന്ന് നീ സമാധാനത്തോടെ മുന്നോട്ട് പോകണം. സമാധാനത്തോടെ നീ മുന്നോട്ട് പോകണം. സമാധാനമില്ലാതെ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു അസമാധാനത്തോടെ നീ വന്ന് ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവപ്രവൃത്തി നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഒരു സമാധാനം കിട്ടുവാൻ വേണ്ടി ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്, സമാധാനത്തിന്റെ ദൈവമാണ്. അവൻ സമാധാനത്തിന്റെ ദൈവമാ. സകലത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവം നിന്റെ മേൽ പകരുകയാണ്. ആ സമാധാനത്തിന്റെ, ക്ഷമയുടെയും താഴ്മയുടെയും എളിമയുടെയും സുവിശേഷത്തിന്റെ ചെരുപ്പ് ധരിക്കണം. ഇന്ന് അത് ധരിക്കണം. എടുത്തടിക്കുന്ന വാക്കുകൾ തകർക്കുന്ന അനുഭവങ്ങളെ മാറ്റി ക്ഷമയുടെയും താഴ്മയുടെയും സുവിശേഷത്തിന്റെ പ്രത്യാശയുടെയും ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന രീതിയിൽ ശത്രു വെല്ലുവിളിക്കുമ്പോ, പിശാച് വെല്ലുവിളിക്കുമ്പോ പറ, ഞാൻ ധരിച്ചിരിക്കുന്ന ചെരുപ്പ് സുവിശേഷത്തിന്റെ ചെരുപ്പാ. ഇത് തേഞ്ഞു പോകത്തില്ല. ഒരു കമ്പനി ഉണ്ടാക്കാത്തത്, ഒരു കമ്പനിക്ക് നിർമ്മിക്കാൻ കഴിയാത്തത് സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഈ ചെരുപ്പ് തേഞ്ഞു പോകത്തില്ല. സമാധാനത്തിന്റെ സുവിശേഷ ഒരുക്കം കാല് ചെരുപ്പായി. ഹല്ലേലൂയ. യെശയ്യാവ് 52:7 സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും
സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താ ദൂതന്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം. ആമേ ഹല്ലേലൂയ. സമാധാനത്തെ ഘോഷിച്ചും നന്മയെ സുവിശേഷിക്കുക, രക്ഷ പ്രസിദ്ധമാക്കുക. ഹല്ലേലൂയ. ദൈവമക്കൾ ഒരിക്കലും അസമാധാനം ഉണ്ടാക്കരുത്. നിങ്ങളെ വീട്ടിനകത്ത് അസമാധാനം ഉണ്ടാക്കരുത്. നിങ്ങൾ അടുത്തുള്ള നിങ്ങളെ ബന്ധുക്കൾക്ക് നിങ്ങൾ അസമാധാനമാവരുത്. ഇന്നിവിടെ എല്ലാവരും പള്ളിയിൽ വന്ന് ആരാധിച്ചു, വീട്ടിൽ ചെല്ലുമ്പോൾ അസമാധാനമായി മാറരുത്. നിങ്ങൾ ഇത്രത്തോളം വളരെ ത്യാഗം ചെയ്തു, ദൈവസനിൽ വന്നു. ഇത് ത്യാഗം എന്ന് പറയും എന്തായിക്കോട്ടെ, നിങ്ങൾ ദൈവസനിൽ ചെലവഴിച്ച സമയം അനുഗ്രഹമായിരിക്കണം, അത് സമാധാനമായിരിക്കണം. ആമേ വചനം പറയുന്നു, അത് ഒരിക്കലും അസ്വസ്ഥപ്പെടുത്തരുത്. സമാധാനത്തെ ഘോഷിക്കുക, നന്മയെ സുവിശേഷിക്കുക. നിങ്ങളിലൂടെ നിങ്ങൾ മറ്റുള്ളവരും ആ രക്ഷയിലേക്ക് കാണണം. നിങ്ങളൊരു ദേശത്തുനിന്ന് വന്നാൽ നിങ്ങളിലൂടെ വെളിച്ചം മറ്റുള്ളവർ കാണണം. ഈ വെളിച്ചം നിങ്ങൾ അണച്ചു കളയരുത്. ഈ വെളിച്ചത്തെ നിങ്ങൾ അണച്ചു കളയരുത്. ദൈവം നിങ്ങൾക്കൊരു പ്രകാശം തന്നാൽ ഈ പ്രകാശത്തുള്ള മറ്റുള്ളവരെ നീ കൊണ്ടുവരണം. ആമേ തകർന്നുകൊണ്ടിരിക്കുന്ന അനവധി കുടുംബങ്ങളെ തകർന്ന് തരിപ്പണമായി ആമേ ഇന്ന് പലവരും ആമേ തകർന്ന് അഭിചാരത്തിലൂടെ തകർന്നു പോയ കുടുംബങ്ങൾ, വീണുപോയ മദ്യത്തിലും കുടുംബത്തിനകത്തൊക്കെ പിശാച് കയറുന്ന മദ്യപാനം, ആമേ അതിനകത്ത് പാപത്തിൻ്റെ ലഹരി പദാർത്ഥങ്ങൾ, ആമേ അതും ഇതും വേണ്ടാത്ത കാര്യങ്ങൾ നിന്റെ കുടുംബത്തിനകത്തും വരാൻ പാടില്ല, നിന്റെ ഹൃദയത്തിനകത്ത് പോലും വരാൻ പാടില്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ഒന്നും നമ്മുടെ ഹൃദയത്തിലും വരാൻ പാടില്ല, നമ്മുടെ ഭവനത്തിലും വരാൻ പാടില്ല, നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. കാര്യം എന്താണ്? അത് വലിയ ദോഷമായി തീരും. ഹല്ലേലൂയ. ആമേ ദോഷമായി തീരും. ദോഷമായി തീരാതിരിക്കുവാൻ നമ്മൾ സമാധാനം ആരെയും കൊല്ലുന്ന രീതിയിൽ ഒരിക്കലും അസമാധാനം ഉണ്ടാക്കരുത്. ഇന്ന് എത്ര വിശന്നിരുന്നാലും പറയും ആമേ നീ ഒരു വിശന്നിരിക്കാൻ പറയും, കള്ളുടിയെ വിളിക്കും, വാ നിനക്ക് ഒരു ഗ്ലാസ് വാങ്ങിച്ചേരാന്ന് പറയും. പക്ഷേ നിന്റെ വീട്ടിൽ പട്ടിണിയാണ്, ഒരു കിലോ അരി വാങ്ങിച്ചു കൊടുക്കത്തില്ല. അല്ലേ? വിശന്നിരുന്ന വേണം പറയും, നിനക്ക് ഒരു ഗ്ലാസ് ഞാൻ വാങ്ങിച്ചു തരാം, നീ വാ എൻ്റെ കൂടെ വാ, അല്ലെങ്കിൽ ഒരു ആവശ്യം പോലെ വാങ്ങിച്ചു തരാം. പക്ഷെ നിന്റെ വീട്ടിൽ പട്ടിണിയാണ്, മക്കളെ പട്ടിണിയാണ് എന്ന് പറഞ്ഞാൽ ഒരു കിലോ അരി വാങ്ങിച്ചു കൊടുക്കത്തില്ല. അതാ ഇന്നത്തെ ലോകം, അസമാധാനം ഉണ്ടാക്കുന്ന ലോകം. സമാധാനക്കേടുണ്ടെന്ന് നീ വാങ്ങിച്ചു കൊടുത്താൽ, നീ വീട്ടിൽ ചെല്ലുമ്പോൾ, നിന്റെ കുടുംബത്തിനകത്ത് ചെല്ലുമ്പോൾ അതിന് അസമാധാനമാണ്. നിന്റെ ഭാര്യ പട്ടിണിയാണ്, നിന്റെ മക്കള് പട്ടിണിയാണ്, അതിനകത്ത് സ്വസ്ഥതയില്ല, സമാധാനമില്ല. തകർന്നടിയുന്ന അനുഭവങ്ങളെ, അസമാധാനങ്ങളെ ഇന്ന് പകൽക്കാലം മാറിപ്പോട്ടെ. അസമാധാനങ്ങൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് അസമാധാനം മാറിപ്പോണം. ദൈവഹിതമില്ലാത്ത മാറിപ്പോണം. അസമാധാനത്തെ ഘോഷിച്ച നന്മയെ ഇന്ന് നന്മയായിട്ടും സുവിശേഷിക രക്ഷയെ പ്രശസ്തമാക്കുകയും സിയനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവർത്തമാന ദൂതന്റെ കാൽ പർവ്വതത്തിൽ മേൽ എത്ര മനോഹരം. നിനക്ക് വേണ്ടി ഒരു ദൂതൻ, ആമേ ഹല്ലേലൂയ, കാൽ പർവ്വതത്തിന്റെ മേൽ മനോഹരമായി നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി നിൽപ്പുണ്ട്. പർവ്വതത്തിൽ ചവിട്ടി നിൽക്കുന്ന ഒരു ദൂതനെ നീ കാണുക. നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരു ദൂതനെ. അസമാധാനം ഉണ്ടാക്കുന്നവരെ ദൂതൻ അടിക്കും, ഉറപ്പാണ്. ദൂതൻ ഇറങ്ങി നിൽപ്പുണ്ട്. കുടുംബത്തിനകത്ത് അസമാധാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കുണ്ടായ്പകൾ ചെയ്യുന്നവരെ നോക്കിക്കോ, നിന്നെ ദൂതൻ അടിക്കും, ഉറപ്പാണ്. അതിന് ഒരു മാറ്റവും ഇല്ല. എന്തെങ്കിലും കുടുംബത്തിനകത്ത് അത് ചെയ്യാം, ഇത് ചെയ്യാം, മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പരിപാടികൾ ചെയ്ത് ഇപ്പം എന്തെങ്കിലും ഒരിക്കലും മാറ്റി മാനസാന്തരം. അപ്പാ എന്നോട് ക്ഷമിക്കണം, ഇന്ന് ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചാനലിലൂടെ കേൾക്കുന്നവർ ഏറ്റു പറ, ഞാൻ ആർക്കും ഒന്നും ചെയ്യാൻ പോകില്ല, എന്നോട് ക്ഷമിച്ചാൽ നിന്റെ കുടുംബം നേരെ വരും. നീ ആർക്കെങ്കിലും എന്തെങ്കിലും പണി കൊടുത്തിട്ടുണ്ടെങ്കിൽ പറ, നിന്റെ കുടുംബത്തിന് പണി കിട്ടും മുമ്പേ ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെട്ട രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ദൈവം ഒരു അവസരം തന്നിരിക്കുകയാണ്, മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ. നീ ഒരു ദൈവ പൈതലാണ്. പിശാച് നിന്നെ സൂത്രത്തിൽ തള്ളിയിട്ടു. മറ്റുള്ളൊരു അനുഗ്രഹം കാണുമ്പോൾ ബ്ലെസ് ചെയ്യണം, ഒരു സ്തോത്രം പറയണം. അനുഗ്രഹം കാണുമ്പോൾ ചില കലിപ്പുകൾ, എനിക്ക് കലിപ്പാണ്, കാലിക്കൂടെ ഞാൻ തരിച്ച് കയറുകയാണ്, അത് വേണ്ട. നിന്നെ കാലിക്കൂടെ തരിച്ച് കയറുന്ന കാലുവാരി തൂക്കിയെടുക്കാൻ സമയമായി. ചില കാണുമ്പോൾ കാലിലൂടെ തരിച്ച് കയറുന്നതിൻ്റെ കാലിൽ തൂക്കിയെടുക്കുക ദൂതൻ ഇറങ്ങി നിൽപ്പുണ്ട്. ദൈവമക്കളെ സന്തോഷത്തിന് ഇല്ലാതാക്കരുത്, ദൈവഭയന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. അസമാധാനം ഉണ്ടാക്കുന്ന കുടുംബത്തിനകത്ത് ഇന്നലെ വരെ അസമാധാനത്തിന് ദൈവം പറയുന്നു, ഞാൻ നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും സുവർത്തമാൻ ദൂതന്റെ കാൽ പർവ്വതത്തിന്റെ മേൽ എത്ര മനോഹരം ഇറങ്ങി നിൽക്കും.
നീ അവിടെ ചെല്ലുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് ദൂതൻ ഇറങ്ങി നിൽക്കും, നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും ചെയ്ത അടി ഉറപ്പാണ്. എന്നെ വിളിച്ച് പറയില്ല, എനിക്ക് അടി കിട്ടി പാസ്റ്ററെ, ഞാൻ ആശുപത്രിയിലാണെന്ന് പറയരുത്. എനിക്ക് വന്ന് നോക്കാൻ സമയമില്ല. ഹല്ലേലൂയ. സമയം ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല, എനിക്ക് ഓടി എത്താൻ പറ്റണില്ല. അതുകൊണ്ട് എന്തെങ്കിലും എവിടെയെങ്കിലും താഴ്ചയോ വീഴ്ചകളോ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏറ്റു പറഞ്ഞുകൊള്ളാം. പരാജയങ്ങളെ ഏറ്റു പറഞ്ഞ് ദൈവസ്ഥലം നിരപ്പ് പ്രാപിച്ചുകൊണ്ട് ദൈവമക്കൾക്കെതിരായിട്ട് ആമേ ചെയ്യാതെ ഒരു മാനസാന്തരം നീ വന്നു കഴിഞ്ഞാൽ ദൂതൻ നിനക്ക് കാവലായിരിക്കും. ദൂതൻ എന്തായിരിക്കണം? കാവലായിരിക്കും. ദൈവം നമ്മെ സംരക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം. എഫെസ്യർ ലേഖനം 6:16 വാക്യം. 6:16 വാക്യം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നോക്കിക്കൊള്ളാം. എഫെസ്യർ ലേഖനം 6:16 വാക്യം എന്താ പറയുന്നത്? എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുത്തു വരത്തകായ വിശ്വാസം എന്ന പരിച എടുത്തുകൊള്ളണം. എല്ലാറ്റിനും മീതെയാണ്. അവ എത്ര ചെയ്ത് കയറ്റി വിട്ടാലും അതിൻ്റെ മീതെ ആയിരിക്കും നീ നിൽക്കണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാ സകലത്തിൻ്റെ മേൽ ചവിട്ടുവാൻ, തേളുകളെയും പാമ്പുകളെയും ചവിട്ടു അധികാരത്തോടെ സകലത്തിൻ്റെ മേൽ തീയമ്പുകളെ കെടുത്തിക്കളയുവാൻ. ശത്രുവിൻ്റെ തീയമ്പുകളുണ്ട്. നിങ്ങളുടെ തീയമ്പുകൾ ചിലർ നോട്ടത്തിൽ തന്നെ തീയമ്പ്, ചിലർ തുറിച്ച് നോട്ടമുണ്ട്. അയ്യോ, ഇത് കാണുമ്പോൾ തന്നെ അങ്ങ് ഉരിപ്പോവുകയാണ്. ഇത് വേണ്ട. ആമേ, തീയമ്പുകളെ ഒക്കെയും കെടുത്തക്ക വിധം വിശ്വാസമെന്ന പരിച നിനക്കൊരു വിശ്വാസം അകത്ത് മതി. ആമേ, വിശ്വാസത്തോടെ ആമേ നീ യേശുവിന്റെ പേര് പറയുമ്പോൾ തന്നെ തീ കെട്ടുപോകും. നിനക്ക് എതിരായിട്ട് തീ കൂട്ടുന്നവരെ, നിന്നെ തകർക്കുവാൻ, നിന്നെ ചൂടാൻ. തീ എന്തിനാ കത്തിക്കുന്നത്? ചിലത് ചൂട്ടാനും ചില വേവാനും. തീ എന്തിനാ കത്തിക്കുന്നത്? അടുപ്പിൽ എന്തിനാ തീ വയ്ക്കുന്നത്? ഗ്യാസ് കത്തിക്കുന്ന തീയല്ലേ? ചിലത് വേവാൻ, ചിലത് ചൂടാൻ അല്ലേ? ചിലത് ചൂടാൻ. ഈ തീ പലരെ ചുടുന്നു, ചിലരും വേവുന്നുണ്ട്, ചിലർ വേവാതിരിക്കുന്നുണ്ട്, വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, പലരും തകർന്നൊരിപ്പുന്നുണ്ട്, വേവാതിരിക്കുന്നുണ്ട്. ഇതെല്ലാം നിന്റെ ജീവിതത്തിൽ അവിടെ ഇവിടെയും പൊട്ടലും ചീറ്റലും ഉള്ളതിനൊക്കെ കെടുത്തി കളയുന്ന വിശ്വാസമെന്ന പരിചയം എടുത്തുകൊള്ളുക. നീ വിശ്വാസം എന്ന പരിചയം എടുത്തുള്ള വിശ്വാസത്തോടെ പറ, ഇതിനെല്ലാം കെടുത്തി കളയുന്ന എന്റെ കർത്താവിന്റെ മേൽ തീ. ഇതൊന്നും ദൈവമക്കൾക്ക് വില പോകത്തില്ല. 1 യോഹന്നാൻ 5:4 വാക്യം. ദൈവത്തിൽ നിന്നും ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ശ്രദ്ധിച്ച് കേൾക്കണം. 1 യോഹന്നാൻ 5:4 വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൽ നിന്നും ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സകലത്തെയും ജയിച്ചു അല്ലേ? മരണത്തെയും സകലത്തെയും പാതാളത്തെയും ജയിച്ചു. മരണമേ ജയം എവിടെയെന്ന് ചോദിച്ച ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ മക്കളായിരിക്കും നീയും ഞാനും. ഇന്ന് വിശ്വാസത്തോടെ പറ, ഇന്ന് വിശ്വാസത്തോടെ ജയിച്ചവന്റെ ദൈവത്തെ ജയിച്ചവന്റെ ലോകത്തെ ജയിച്ചവനാ. നമ്മുടെ വിശ്വാസം ജയിച്ചവന്റെ വിശ്വാസമാണ്, തോറ്റവന്റെ വിശ്വാസമല്ല. സിസ്റ്ററെ, നിങ്ങൾ നോക്കുക, തോറ്റ വിശ്വാസമല്ല. പരാജയപ്പെട്ട യേശുവിനല്ല നീ ആരാധിക്കുന്നത്. തോറ്റുപോയവനല്ല, മണ്ണിന്റെ അടി ഇരിക്കുന്നവനെ അല്ല, ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്തല്ല, സകലത്തെ ജയിച്ച, പാതാളത്തെ മരണത്തെ ജയിച്ചു. മരണമേ ജയം എവിടെ എന്ന് ചോദിച്ച ജയിച്ചവന്റെ വിശ്വാസത്തെ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ പ്രതികൂലത്തെ ജയിക്കണം, പ്രതിസന്ധികളെ ജയിക്കണം. ആമേ, വിശ്വാസമെന്ന പരിചയം എടുത്തുകൊള്ളണം. നിങ്ങളെ തകർക്കുവാൻ പല രീതിയിലും ശത്രു മെനയുമ്പോൾ നിങ്ങൾ വിശ്വാസം പറയണം.
ഈ പറയുന്നവരെങ്ങനെ അറിയുമോ, ഇനി നമുക്കൊന്നും പൊങ്ങൊന്നും പോകാൻ പറ്റത്തില്ലല്ലേ, നമുക്കൊന്നും അവിടെ കിട്ടത്തില്ലല്ലേ, നമുക്കൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ലല്ലേ, നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് പറയുമ്പോൾ അടുത്ത പറയും നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ, ഇത്രയൊക്കെ തന്നെ. കാരണം അത് അവിശ്വാസിയാണ്. അതിന് അവിടെ ഇട്ട് ചവിട്ടണം. കറക്റ്റായിട്ട് മണി അടിച്ചു, അത് അവിടെ ഇട്ട് ചവിട്ടണം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് കോട്ടം വരുന്ന രീതിയിൽ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? വിശ്വാസം എന്ന പരിചയം എടുക്കണം. തകർന്നു പോകരുത്. നമുക്കൊരു ഉറപ്പ് ശരിക്കും ഉണ്ടാകണം. ഞാൻ ജയിക്കും അല്ലേ? ഈ പരീക്ഷ എഴുതുന്നൊരു ഉറപ്പുണ്ടെങ്കിലേ ജയിപ്പിക്കുന്ന ദൈവത്തിന് പറ്റത്തുള്ളൂ അല്ലേ? നമുക്കൊരു ഉറപ്പുണ്ടാവണം, ഞാൻ പ്രാർത്ഥിച്ച് ജയിക്കും അല്ലേ? സംശയത്തോടെ പോകരുത്. ഈ വർഷം സംശയത്തോടെ യാത്ര ചെയ്യരുത്. ഏത് കാര്യം ചെയ്താലും ഒരു ഉറപ്പുണ്ടായ കാര്യം എന്താണ്? സകലത്തിൻ്റെ മേൽ ഉറപ്പുള്ള ഒരേ ഒരാൾ ഉള്ളൂ, അത് കർത്താവ് യേശു ക്രിസ്തുവാണ്. ആ കർത്താവിൻ്റെ മേലെ ഉറച്ച് പത്രോസ് ആടി നിന്നു. പത്രോസിനെ ഉറപ്പിച്ചു. ഉടനെ പത്രോസ് നീ പാറയാകുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. പത്രോസ് ആടിയാടുന്ന പത്രോസിനെ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെയും എന്നെയും ദൈവം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആടി ഉലയുന്ന പോലെ പത്രോസ് ആടി ഉലയുന്ന പത്രോസിനെ പിടിച്ചിട്ട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ ഉറപ്പിക്കും. പത്രോസിന്റെ മേൽ ആ ഉറപ്പ് കൊടുത്ത ദൈവം പത്രോസിനെ ഉറപ്പിച്ച് എപ്പോഴും എടുത്ത ചാട്ടക്കാരനാണ് പത്രോസ്. ഏത് കാര്യം വന്നാലും എടുത്തു ചാടും. ആടിയുന്ന പത്രോസിനെ സ്വർഗത്തിന്റെ ദൈവം ഉറപ്പിച്ചതുപോലെ ഇന്ന് പലരിനകത്ത് ഉറപ്പിക്കുന്നുണ്ട്. ഈ വചനം കേട്ട് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാതെ തകർന്ന് പരാജയപ്പെട്ട് അടുത്ത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇനി മരിക്കണോ ജീവിക്കണോ, ഇതാ ചോദ്യം. ഇനി മരിക്കണോ ജീവിക്കണോ? ഈ രണ്ട് ക്വസ്റ്റ്യൻ പലരുടെ നിപ്പുണ്ട് ഇന്ന് ജീവിതത്തിൽ. എല്ലാവരുടെയും ലോകമ്പാടും അങ്ങനെയാണ്. മരിക്കണോ ജീവിക്കണോ? ജീവിക്കണമെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യണം, ഒരുപാട് അധ്വാനിക്കണം, ഒരുപാട് കഠിന പ്രയത്നം ചെയ്യണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ മരിച്ചാൽ ജോലിക്കും പോകണ്ട, ഉപവസിക്കണ്ട, തിന്നണ്ട, കുടിക്കേണ്ട, ഒന്നും അറിയണ്ട. പക്ഷെ ഞാൻ മരണത്തെക്കുറിച്ച് ആദ്യം എടുക്കാം. അങ്ങനെ മരിച്ചാൽ അവിടെയും എത്തില്ല, ഇവിടെയും എത്തത്തില്ല. അല്ലെങ്കിൽ ഒരു ഗതിക്ക് പരഗതി ഇല്ലാതെ ആടി ഊപ്പാട് കിട്ടും. ആടി ഊപ്പാടാ. അടി എന്ന് വെച്ചാൽ ഭയങ്കര അടിയായിരിക്കും, ഭീരുക്കളാണ്. ഇല്ല, മരണത്തിൽ നിനക്ക് ഒരിക്കലും നിന്റെ ജീവൻ എടുക്കാൻ നിനക്ക് അധികാരമില്ല. ഈ ജീവൻ തന്നിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ചാടിക്കേറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ദൈവം കാല് തൂക്കിയെടുക്കും. നിങ്ങൾ പറയും മരിച്ചു കഴിഞ്ഞാൽ, പലരും പറയും മരിച്ചു കഴിഞ്ഞാൽ എന്തറിയില്ല. മരിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും അറിയുള്ളൂ. മരിച്ച് നോക്കണം, വല്ലപ്പോഴേക്കൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ടൊന്ന് പറയാം. ഇത് പലരും വന്ന് പറയണ് അങ്ങനെ പോവല്ലേ, ഇങ്ങനെ പോവല്ലേ, ഇന്ന് മുറിഞ്ഞാത്ത് പലരും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോവല്ലേ, അങ്ങനെ അടുത്ത് പോവല്ലേ, അടി കിട്ടും കേട്ടോ. പക്ഷെ കേൾക്കാൻ പറ്റുന്നില്ല. ആമേ, പലർക്കും കേൾക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഒരിക്കലും അവിവേകം കാണി ദൈവം ജീവിതം തന്നാൽ ജീവിച്ചതിനെ തീർക്കണം. ജീവിതം ജീവിച്ചതിനെ കർത്താവ് തന്നെ എന്താണ്? കർത്താവിന്റെ പരസ്യമായ ശുശ്രൂഷയിൽ 3.5 തിരുവത്താൽ ജീവിച്ചതിനെ തീർത്തു. അവസാനം മരണത്തിന്റെ അവസ്ഥ വന്നപ്പോഴും അത് പിതാവിന്റെ ഇഷ്ടത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു അല്ലേ? ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ നിറവേറണം. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ അത് തന്നെ നടക്കും. പക്ഷേ പിശാചിന്റെ തന്ത്രങ്ങളോട് നമ്മൾ ജയിക്കണം. പിശാച് പലപ്പോഴും നമ്മളെ ഒതുക്കാൻ നോക്കും, പല മേഖലയിൽ അടച്ചു വയ്ക്കും, നമ്മളെ തകർക്കാൻ നോക്കും. കുടുംബത്തിൽ ദാരിദ്ര്യം പട്ടിണി കൊണ്ടിടും, നമ്മളെ കടത്തിലേക്ക് കൊണ്ടുവിടും. സകലതയുടെ മനസ്സിലാക്കണം, പിശാചിന്റെ തന്ത്രങ്ങളാണ്. പ്രാർത്ഥനയിൽ നിന്ന് ബാക്കിലോട്ട് വലിച്ചു കൊണ്ടുപോകും, ആരാധനയിൽ നിന്ന് ബാക്കിലോട്ട് മാറും. അതൊക്കെ മനസ്സിലാക്കണം, അവന്റെ തന്ത്രങ്ങളാണ്. അത് മാറാതിരിക്കുവാനാ രക്ഷ എന്ന വചനം. ആമേ, നീ ആമേ രക്ഷ എന്ന നീതിയും രക്ഷയും എന്നത് നിന്റെ ആമേ ശരീരത്തിൽ രണ്ടും ഉണ്ടായിരിക്കണം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കത്തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം എടുക്കണം. വിശ്വാസം, നിനക്ക് യേശുവിനുള്ളൊരു വിശ്വാസം ഉറപ്പുണ്ടായിരിക്കണം. ഈ വിശ്വാസം മുന്നുണ്ടെങ്കിൽ നിനക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. ഈ വിശ്വാസം എന്ന പരിചയം നിന്റെ ഉണ്ടെങ്കിൽ ശത്രു എത്ര വെട്ടിയാലും അത് നീ മുറിയത്തില്ല. നിന്റെ ശരീരത്തിൽ ഒരു പൊടി രക്തം പോലും പൊടിയത്തില്ല. അത് സകലത്തിനുമേ തടുക്കുന്ന രോമേ രക്ഷ എന്ന കവചം കൊണ്ടവൻ തടുക്കുന്നുണ്ട്.
എന്നെ എത്ര വെട്ടുവെട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ പിശാചി? ഹല്ലേലൂയ. ദൈവമക്കളെ, എന്നെ ഒരുപാട് വെട്ടുവെട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതൊന്നും പറഞ്ഞാൽ തീരത്തില്ലെന്നേ. ഒരുപാട് വെട്ടുവെട്ടി, ഒരുപാട് ഇപ്പോഴും വെട്ടാൻ നടക്കുക. പക്ഷെ ഇതൊന്നും നമ്മുടെ ദേഹത്ത് വരാതെ തട്ടി മാറ്റുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉള്ളവർക്ക് അറിയാം, ഒരുപാട് വെട്ടുന്നത്. പക്ഷെ ഇനിയും വെട്ടാൻ നിൽക്കും. പക്ഷേ ഇതൊന്നും യാക്കത്തില്ല. കാര്യം എന്താണ്? ഒരു കവചം എൻ്റെ മേൽ, പരിചയം എൻ്റെ മേൽ പതിഞ്ഞിട്ടുണ്ട്. എൻ്റെ കർത്താവിൻ്റെ കര നിങ്ങളുടെ മേൽ പതിഞ്ഞിട്ടുണ്ട്. അവൻ്റെ കര നിന്റെ കൂടെയുണ്ട്. 1 യോഹന്നാൻ 5:5. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? നോക്കിക്കോളണം. 1 യോഹന്നാൻ 5:5 വാക്യത്തിൽ പറയുന്നു, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുവാൻ? നമുക്ക് ജയിക്കുന്നവൻ യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ. നമ്മൾ വിശ്വസിക്കണം. ലോകത്തെ ജയിച്ചവനാണ് നമ്മുടെ കർത്താവ്. ആ ദൈവത്തിൻ്റെ മക്കൾ ലോകത്തെ ജയിക്കും. ഈ പിശാചുക്കളെ ജയിക്കും. കൈ കൊടുത്ത് പറ, ഞാൻ ജയിക്കും. ഒന്ന് കൈ പിടിച്ച് കുലുക്കി പറ, ഹല്ലേലൂയ, ഈ വർഷം ഞാൻ ജയിക്കും. ഞാൻ തോറ്റു കൊടുക്കത്തില്ല. ഓ, തോൽവി എൻ്റെ ജീവിതത്തില്ല. പിശാചേ, നിന്റെ മേൽ ജയിക്കുക. എൻ്റെ ദൈവനെ കൃപ തന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. എഫെസ്യർ ലേഖനത്തിന്റെ 17-ാം വാക്യം. രക്ഷ എന്ന ശിരസ്വസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ആമേൻ, ഹല്ലേലൂയ. പൗലോസ് വ്യക്തമായി സഭയോട് പറയുക, രക്ഷയെന്ന ശിരസ്സാവസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാള് കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയിലും യാചനയായാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. എവിടെയാണ് ആത്മാവിലുള്ള പ്രാർത്ഥന അറിയാമോ? നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ മനസ്സിൽ പറയില്ലേ, നിന്നെ ഞാൻ, ഇതാണ് മനസ്സിൽ പറയണത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഡിഗ്രി എടുക്കണ്ട, ഇതെല്ലാം ഉള്ളവരാ. അല്ലേ, ഇത് ഡിപ്ലോമ ഉള്ളതാണ്. ഹല്ലേലൂയ. അല്ലേ, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നമുക്കറിയാം അടുത്ത് പണി വരുന്നത്, ഇങ്ങനെ തരുമെന്നത്. അത് ആത്മാകത്ത് പറയുന്നതാ. അത് ഞാൻ വിളിച്ച് പറയുന്നു. അല്ലേ സാറേ? അല്ലേ, അങ്ങനെയല്ലേ പറയണേ? അതന്നെ, അത് തന്നെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. അതാണ് ആത്മാവിൽ എന്ന് പറയുമ്പോൾ അടുത്ത് പറയാൻ പറയാം, ഇങ്ങനെ അടുത്ത് നമുക്ക് തരാൻ പോണ പണി നമുക്കറിയാം. അകത്ത് പറയും. അപ്പോൾ അടുത്ത പ്രാർത്ഥന പറയുമ്പോൾ ഒരാൾ പറയുകയാണ്, നിങ്ങൾക്ക് അടുത്തൊരു പണി ഒരുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പൊളിക്കും. മനസ്സിലാവുന്ന ആ പൊളിച്ചുകളെ അകത്ത് വെച്ച് നിർവീര്യമാക്കുന്നതാണ്. നിങ്ങൾ കാണാൻ പോകുന്നതിനെയും കണ്ട കാര്യത്തെയും അകത്ത് വെച്ച് തന്നെ പ്രാർത്ഥിച്ച് വിടുതലെടുക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന സകലത്തിന് മേൽ പ്രാർത്ഥനയും യാചനയും ഏത് നേരത്തും ആത്മാവിൽ ഏത് നേരത്തും. ഒരു സമയം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വേറെ സമയം അങ്ങോട്ട് പോവരുത്. ഒരു 5 മിനിറ്റ് സമയം കിട്ടി. ആ കിട്ടുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യും? 10 മിനിറ്റ് കിട്ടിയപ്പോൾ അതിനിടയ്ക്ക് എന്താണ്? ഒരു അവിശ്വാസത്തിൻ്റെ, ഞാൻ ഉദാഹരണം പറയാ അല്ലേ, ഒരു അവിശ്വാസത്തിൻ്റെ കൂടെ ഇടുക. 10 മിനിറ്റ് കിട്ടുമ്പോൾ നമ്മളത് ആത്മാവിൽ കിട്ടുന്ന സമയം പ്രാർത്ഥനയിൽ, നിങ്ങൾ സകലത്തിനും പ്രാർത്ഥനയിൽ ഏത് നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ആമേൻ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവമക്കളെ നിങ്ങളോട് പ്രത്യേകിച്ച് പറയുന്നു, നിങ്ങളുടെ ഒരു പ്രാർത്ഥന സപ്പോർട്ട് സഭയ്ക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേ കഴിവോ ദൈവദാസനോട് പ്രാർത്ഥിക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. എന്തരമോ, എൻ്റെ ശുശ്രൂഷ പലവർക്കും ഇഷ്ടപ്പെടുന്നില്ല, ദഹിക്കുന്നില്ല. ചിലരൊക്കെ ആമേ ഹല്ലേലൂയ അമർഷത്തിലൊക്കെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. ഏത് അമർഷം വന്നാലും സുവിശേഷമായിട്ട് പ്രസംഗിക്കാൻ എനിക്കറിയാവൂ.
ഹല്ലേലൂയ. വചനം വചനമായിട്ട് തന്നെ പ്രസംഗിക്കണം. ഇവിടെ നമുക്ക് മറ്റൊരു പരിപാടി ഇല്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ വിളിച്ചു പറയുവാനാണ് ദൈവം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. മന്ത്രവാദത്തെ മന്ത്രവാദമെന്നും അഭിചാരത്തെ അഭിചാരമെന്നും പാപത്തെ പാപമെന്നും ശാപത്തെ ശാപമാവെന്നും ഇന്നിതെല്ലാം വിളിച്ചു പറയുവാനാ. അല്ലാതെ നമുക്കില്ല. അനുഗ്രഹത്തിന്റെ വാക്കുകൾ മാത്രമല്ല, അതിന്റെ ബാക്കിൽ വ്യാപരിക്കുന്ന ദുഷ്ടസേനയുടെ പോരുകളെ വിളിച്ചറിയണം. നിന്റെ കുടുംബത്തെ തകർക്കുന്ന, നിന്നെ തകർക്കുന്ന സാത്താന്റെ പദ്ധതികളെ, പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. അവന്റെ തന്ത്രങ്ങളെ, സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. ദൈവ പൈതലേ, നീ തിരിച്ചറിയ പോവല്ലേ. ആമേ. അവന്റെ പിശാചിന്റെ തന്ത്രങ്ങളെ. അവൻ തന്ത്രശാലിയാണ്. പിശാച് ആരാ? തന്ത്രശാലി. എവിടെയും പൂട്ടും. നിന്റെ കയ്യിലിരിക്കുന്ന സാധനം നിന്നെ വഴിതെറ്റിക്കാതെ സൂക്ഷിച്ചോളണം. എന്താണ്? നിന്റെ കയ്യിലിരിക്കുന്ന സാധനം നിന്നെ വഴിതെറ്റിക്കാതെ സൂക്ഷിച്ചു കൊള്ളണം. എന്താണ്? എന്താ? എന്തോ അവര് പറഞ്ഞു, ഇത് വഴി തെറ്റിക്കുന്നുണ്ടല്ലേ? വഴി തെറ്റിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലവരെയും ലോകത്തിന്റെ സകലത്തെയും ആമേ അവന്റെ തന്ത്രങ്ങൾ ചെയ്യുമ്പോ സാത്താന്റെ തന്ത്രങ്ങളെ പിടിച്ചു കെട്ടി തന്നെ നമ്മൾ പോണം. അവന്റെ തന്ത്രങ്ങളെ പിടിച്ചു കെട്ടി തന്നെ പോണം. ഹല്ലേലൂയ. പൊളിച്ചു കെട്ടേണ്ട പൊളിക്കേണ്ട പൊളിക്കണം. എടാ വെട്ടേണ്ട വെട്ടണം. അവൻ തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. ദൈവമക്കളെ, നിങ്ങൾക്കെതിരായിട്ട് തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. നിങ്ങളെ കുടുംബത്തിന് തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. അത് കണ്ടില്ലെന്ന് അടിക്കരുത്. കണ്ണടച്ചിരിക്കരുത്. കണ്ണടച്ചുകൊണ്ട് പാല് കുടിക്കുമ്പോൾ പൂച്ച പറയും ആരും കാണില്ല എന്ന്. നാട്ടുകാരെല്ലാവരും കാണുന്നുണ്ട്, ദൈവവും കാണുന്നുണ്ട്. ഈ കണ്ണടച്ചുള്ള പാലുടി നിർത്ത്. 2024 കണ്ണ് തുറന്ന് പാല് കുടിക്കാൻ ഒരു കൃപ ചോദിക്കും അപ്പനോട്. അപ്പാ, എനിക്ക് കണ്ണ് തുറന്ന് പാല് കുടിക്കാൻ ഒരു കൃപത. ഈ ഫോൺ ഭയങ്കര ഭാഗ്യമുള്ളതാണ്. എവിടെയെല്ലാം പോയി യാതെല്ലാം രീതിയിൽ പോകണമെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. തന്ത്രങ്ങൾ, അവന്റെ തന്ത്രങ്ങളെ ജയിക്കണം. പ്രാർത്ഥന, പ്രാർത്ഥന. അതിന് പ്രാർത്ഥന എപ്പോഴും ആമേ പ്രാർത്ഥനയിൽ ആമേ ജാഗരിച്ചുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. വെളിപ്പെടുത്തിയ വിടുതൽ സംഭവിക്കും. വെളിപ്പെടുന്ന കാര്യങ്ങൾക്ക് വിടുതലാണ്. ഇന്ന് എന്തൊക്കെ ഇവിടെ വിടുതൽ സംഭവിക്കുന്നുണ്ടോ അതെല്ലാം അത്ഭുതം സംഭവിക്കും. വിളിച്ചു പറയുന്ന കാര്യങ്ങൾ, ആത്മാവിൽ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. ഓ ശക്തിയോടെ, ശക്തിയോടെ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥന, ജാഗ്രത. 2020 ജാഗ്രത. മക്കളെ കാര്യത്തിൽ ഭയങ്കര ജാഗ്രത മാതാപിതാക്കൾക്ക് വേണം. ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ച് ജാഗ്രത വേണം. ഭർത്താവിന് ഭാര്യയെ കുറിച്ച് ജാഗ്രത വേണം. നിന്റെ സഭയെ കുറിച്ച് ജാഗ്രത വേണം. ദൈവദാസനെ, നിന്റെ സഭയെ കുറിച്ച് ജാഗ്രത വേണം. നിന്റെ മക്കളെ കുറിച്ച് ജാഗ്രത വേണം. നിന്റെ തലമുറയെ കുറിച്ച് ജാഗ്രത വേണം. ആത്മാ പറയുന്ന ജാഗ്രത വേണം. നിന്റെ കുടുംബത്തിന് ജാഗ്രത വേണം. കണ്ണടച്ച് ഒന്നിനെയും ഒരിക്കലും കണ്ണടച്ച് ഇരുന്നു കൊണ്ട് ആമേ ഹല്ലേലൂയ. നമുക്കൊരിക്കലും കണ്ണടച്ചിരിക്കണ, കണ്ണ് കെട്ടി കളിക്കണ കാലം കഴിഞ്ഞു അല്ലേ? കണ്ണാമ്പൊത്തിയിലെ, കാട്ടുകുറിഞ്ചിയിലെ ഞാൻ വിട്ട കളനെ പിടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞ് അതെല്ലാം കാലം കഴിഞ്ഞു അല്ലേ? കണ്ണ് കെട്ടിയും കണ്ണാമ്പൊത്തിയും സാറ്റും ഒളിച്ചുകളിയും തൊട്ടുകളിയും അതെല്ലാം കഴിഞ്ഞു. പ്രാർത്ഥനയിൽ ജാഗരിച്ചുകൊണ്ട് സാത്താന്റെ തന്ത്രങ്ങളെ കണ്ടുപിടിച്ചുകൊണ്ട് പിശാചിനെ ജയിക്കുവാനാ. ഉണർന്നിരിപ്പിൻ, ജാഗ്രതയോടെ ഇരിപ്പിൻ, ജാഗ്രതയോടെ ഇരിപ്പിൻ. പ്രാർത്ഥന ജാഗ്രതയോടെ ഇരിപ്പിൻ. ജയിക്കും, ജയിക്കും സിസ്റ്ററെ, ജയിക്കും. പ്രാർത്ഥനയിൽ ജാഗ്രഹിക്കുന്നവൻ സ്വർഗത്തിൽ നിന്ന് പിടിച്ചെടുക്കും. നിന്റെ കുടുംബത്തിൽ ജാഗ്രത വേണം. തലമുറയ്ക്ക് ജാഗ്രത വേണം. നിന്റെ ഹസ്ബൻഡിന് ജാഗ്രത വേണം. ഹല്ലേലൂയ. സിസ്റ്റർ പറയുന്ന അനുഭവം, 14 വർഷം കൊണ്ട് കണ്ണുനീരോടെ നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. ഒരു കാര്യം നടക്കണം, നടന്നു. ഒറ്റ പ്രാർത്ഥന സിസ്റ്റർ പറഞ്ഞതാ.
14 വർഷം കൊണ്ട് ഒരുവൻ അടിച്ചിടാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, 14 വർഷത്തെ പ്രാർത്ഥനയിൽ ഒരുവൻ അടിച്ചിടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടിരുന്നൂടാ? ജാഗ്രത ഉണ്ടെങ്കിൽ, പ്രാർത്ഥന എരിവോടെ ഇരിക്കുമെങ്കിൽ നമുക്ക് ജയിക്കാൻ പറ്റും. തന്ത്രങ്ങളെ നമുക്ക് ജയിക്കാൻ പറ്റും. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബത്തിൽ വിടുതൽ സംഭവിക്കും. നിന്റെ മക്കൾ വഴിതെറ്റി പോകത്തില്ല, കുടുംബത്തിൽ വഴിതെറ്റി പോകത്തില്ല. നിന്നെ പിശാച് അകറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കുടുംബത്തിനകത്ത് വിടുതൽ സംഭവിക്കും. എത്ര അഭിചാരം ചെയ്ത് കുടുംബത്തിനകത്ത് കയറ്റി വെച്ച അവന്റെ തന്ത്രങ്ങളെ തകർത്തെറിയുന്ന ഒരു ദൈവം ഒരു തീയായിട്ട് നിന്റെ വീട്ടിൽ ഇറങ്ങുന്നുണ്ട്. ഒരു കൊടുക്കാറ്റായിട്ട്, ഒരു തീയായിട്ട് നിന്റെ ഭവനത്തിലേക്ക് ദൈവം ഇറങ്ങുന്നുണ്ട്. വിടുതൽ സംഭവിക്കുന്നുണ്ട്. പല ഭവനത്തിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനെ ഓർത്ത് കരമടിച്ചു ദൈവത്തിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ, കുടുംബത്തിൽ വിടുതൽ സംഭവിക്കട്ടെ, നിന്റെ സഭയിൽ വിടുതൽ സംഭവിക്കട്ടെ, ദൈവസഭയിൽ വിടുതൽ സംഭവിക്കട്ടെ. ദൈവസഭയോടും ഇന്ന് ലോകത്തായിരുന്ന ദൈവമക്കളോടും പറയുന്നൊരു ദൂതായിട്ട് നിങ്ങൾ എടുക്കണം. 2024 എഫെസ്യർ ലേഖനം 6:11 നിങ്ങളെ ഹൃദയത്തിനകത്ത് എഴുതിക്കൊണ്ട വാക്യം ഇതാണ്. ചാനലിലൂടെയും യൂട്യൂബിലൂടെയും മീഡിയയിലൂടെയും കേൾക്കുന്ന ദൈവമക്കളെ, ഈ ശബ്ദം കേൾക്കുന്ന ദൈവസഭ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിടേണ്ട ഒരു ഭാഗമാണ് എഫെസ്യർ 6:11. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. ഒന്നുകൂടെ വായിക്കുന്നു. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്, നമുക്ക് കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോട്ടെ. യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. പിശാചുക്കളെ ചവിട്ടി അവന്റെ തന്ത്രങ്ങളോട് ജയിക്കുവാൻ, തേളുകളെ പാമ്പുകളെ ചവിട്ടി അധികാരത്തോടെ, തേളുകളെ 2024 തേളുകളെ പാമ്പുകളെ ചവിട്ടി അധികാരത്തോടെ സാത്താന്റെ തന്ത്രങ്ങളെ ജയിച്ചുകൊണ്ട് സർവായുധവർഗം ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവിൻ. സ്വർഗ്ഗം നിങ്ങൾ അനുഗ്രഹിക്കും. നിങ്ങളെ ഒരു പിശാചിനും തകർക്കാൻ പറ്റത്തില്ല, ഒരു സാത്താനും തകർക്കാൻ പറ്റില്ല. തകർന്നു പോയ ദൈവം മടക്കി വരുത്തും. എവിടെയെങ്കിലും വീണ് ഉടഞ്ഞു കിടക്കുന്നവരെ ദൈവം എടുക്കുന്നുണ്ട്, നിങ്ങളെ പണിതെടുക്കുന്നുണ്ട്. ഉടഞ്ഞു പോയവരെ, തകർന്നു പോയവരെ എൻ്റെ കർത്താവ് കയ്യിലെടുക്കുന്നുണ്ട്. എത്രയോ കുടുംബങ്ങൾ ഉടച്ചു കളഞ്ഞു, ഞവിടിക്കളഞ്ഞു, ചുരുട്ടിക്കളഞ്ഞു. സ്വർഗത്തിലെ ദൈവം കയ്യിലെടുക്കുന്നുള്ള വർഷമാണ്. എൻ്റെ ദൈവം പണിക തന്നെ ചെയ്യും. നിരക്ഷാവസ്ത്രം ധരിച്ചു കൊള്ളുക, ദൈവത്തിന് സമർപ്പിക്കുക, മുന്നോട്ട് പോകുക, ധൈര്യമായിട്ട് നിന്റെ കൂടെ ഒരു ദൈവമുണ്ട്. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ എൻ്റെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ചനായ സ്തോത്രം. സാത്താന്റെ തന്ത്രങ്ങളോടാണെന്ന് ദൈവമേ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചത്. ഞങ്ങൾക്ക് ജയിക്കുവാൻ കൃപയും ശക്തിയും. എത്രയോ കുടുംബങ്ങളെ തകർത്തെറിഞ്ഞു. കുഞ്ഞുങ്ങളില്ലാതെ പിശാച് ബന്ധിച്ചു. കുടുംബത്തിന് സ്വസ്ഥതയില്ല, മദ്യപാനങ്ങൾ, ദൈവമേ കുടുംബത്തിനകത്ത് സ്വസ്ഥ നാണം കെട്ടുന്ന അനുഭവങ്ങൾ, തലകുനിക്കുന്ന അനുഭവങ്ങൾ, പിശാചിന്റെ തന്ത്രങ്ങൾ. അവൻ മക്കളെ കയ്യിലെടുത്തു, ഭാര്യയെ കയ്യിലെടുത്തു, ഭർത്താവിനെ കയ്യിലെടുത്തു, നാട്ടുകാരെ കയ്യിലെടുത്തു, ലോകത്തെ കയ്യിലെടുത്തു. അവന്റെ തന്ത്രമാണ്. അവന്റെ തന്ത്രങ്ങളെ തകർക്കുവാൻ ഞങ്ങളുടെ മേൽ കൃപ പകരട്ടെ. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളുടെ മേൽ ഒരു കൃപ പകരട്ടെ. ഒരു കൃപ സകല ജനത്തിന്റെ മേൽ, ലോകത്തങ്ങുമിഞ്ഞ് എല്ലാവരുടെ മേൽ ഒരു കൃപ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തകർന്നു പോകാതെ ജയിക്കുവാൻ നിന്റെ കുടുംബം തകർത്ത വ്യക്തിയെ ദൈവം ഇടപെടുന്നുണ്ട്. ദൈവം ഇടപെടുന്നുണ്ട്, ശക്തമായി ഇടപെടുന്നുണ്ട്. നിന്റെ കുടുംബത്തെ തകർത്തതിന് ആ പിശാചിന്റെ മേൽ ദൈവത്തിന്റെ പ്രകരങ്ങൾ അത് 1000 മടങ്ങാറ്റി വന്ന് വീഴുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ വചനം സകലവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. പിശാചിന്റെ മേൽ ചവിട്ടി അവന്റെ തലയെ മെതിച്ചുകൊണ്ട് സ്വർഗ്ഗം സകലവരെയും അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങൾ ഉന്നതങ്ങളിലെത്തട്ടെ. ഇന്നത്തെ ആരാധന, ഇന്നത്തെ പ്രാർത്ഥന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി സാത്താന്റെ തലയെ ചവിട്ടിക്കൊണ്ട് ജയം. സാത്താനെ നിന്റെ തലയെ തകർത്ത യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമുയർത്തുന്നു, ജയക്കൊടി ഉയർത്തുന്നു. സകലതും യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ.